എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് അല്പം മയക്കൊക്കെ വരണ നേരമാണ്. അതുകൊണ്ട് പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ജിനോയ്. ഞാൻ ഫ്രണ്ട് ലൈനിലെ ഡിജിറ്റൽ എഡിറ്ററാണ്. ധന്യ ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്ററും അമരക്കാരിയും ഇന്ത്യയിലെ ഇന്ന് വളർന്നു വരുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പത്രപ്രവർത്തകരിൽ ഒരാളുമാണ്. ലീന വളരെ പ്രശസ്തമായ വളരെ കോൺട്രവേഴ്ഷ്യലായ റിപ്പോർട്ടുകളിലൂടെ രാജ്യത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച പത്രപ്രവർത്തകയാണ്. ഷാഹിന നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റാണ് എന്നത് മാത്രമല്ല, കേരളത്തിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെയും മുൻനിരയിൽ നിൽക്കുന്ന പത്രപ്രവർത്തക കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ സുഗമമായ പോക്കിനെ എത്രമാത്രം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതും, ജനാധിപത്യത്തിൽ അത് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഭവിഷ്യത്തുകളാണ് ഉണ്ടാക്കുന്നതെന്നും, അത് പ്രത്യേകിച്ചും ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യം നിലനിന്ന് പോവാനായിട്ട് വളരെയധികം കഠിനമായ പോരാട്ടങ്ങളിലൂടെ ഒരു ചരിത്രം തന്നെ പറയുന്ന ഒരു രാജ്യത്ത് നമ്മുടെ ഏതൊരു അവസ്ഥയിലാണ് നമ്മുടെ മാധ്യമപ്രവർത്തനം ഇപ്പോൾ കടന്നു പോകുന്നത്, ഭരണകൂടത്തിൻ്റെ കണ്ണിൽ എത്ര വലിയ കരടായി മാറിയിരിക്കുന്നു പത്രപ്രവർത്തകർ എന്നൊക്കെയാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ കൂടുതലും വ്യക്തിപരമായ ചോദ്യങ്ങളിലേക്ക് പോകാതെ കൂടുതലും കുറെ കൂടെ അബ്സ്ട്രാക്റ്റായ പൊതുവായ വിഷയങ്ങളിലായിരിക്കും നമ്മളിന്ന് ഊന്നാൻ പോകുന്നതെന്നാണ്. ഞാൻ ധന്യയിൽ നിന്ന് തുടരാം. നിങ്ങൾ ന്യൂസ് മിനിറ്റ് എത്ര പേര് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ന്യൂസ് മിനിറ്റിൽ ഇന്ന് ന്യൂസ് മിനിറ്റിൻ്റെ ഹോം പേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സ്റ്റോറി ഒന്ന്, ഓറോവിൽ എങ്ങനെയാണ് വലതുപക്ഷം കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്, കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത്, പോണ്ടിച്ചേരിയിലെ ഓറോവിൽ ആശ്രമം. അപ്പോൾ ഞാൻ ആ സ്റ്റോറി വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വളരെ ധീരമെന്ന് പറയാവുന്ന ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് അതിലുള്ളത്. അപ്പോൾ ഇത്തരം സ്റ്റോറികൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ലെവലിൽ തന്നെ, ഇപ്പം നമ്മളൊക്കെ ന്യൂസ് മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സ്റ്റോറി ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു അപായമണി പൊതുവെ മുഴങ്ങാറുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. കാരണം പ്രത്യേകിച്ചും 2025 ഒരു ന്യൂസ് മീറ്റിങ്ങിൽ ഒരു സ്റ്റോറി വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ഇത് ആരെയൊക്കെയാണ് ഒഫൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി വരുമ്പോൾ അത്തരമൊരു അലാം ബെൽ ഉണ്ടായിരുന്നോ? ആ സ്റ്റോറി ഇന്നലെ തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇത് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ്. അപ്പോൾ ധന്യയുടെ ഒരു ജേർണിയിലേക്ക് നമുക്ക് പോകാനെന്ന് താല്പര്യമുണ്ട്, കേൾക്കുന്നവർക്കും താല്പര്യമുണ്ട് അതിൽ. അപ്പോൾ ഓറോവിൽ നിന്ന് തുടങ്ങി ഒന്ന് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ഈ ഭരണകൂടത്തിൻ്റെയും നാട്ടിലെ വലതുപക്ഷത്തിൻ്റെയും പലതരത്തിലുള്ള റാഡിക്കൽ എലമെൻറ്റുകളുടെയും കണ്ണിലെ കരടാകുന്ന തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രോസസ്സ് അതെങ്ങനെയാണെന്ന് ധന്യ ഒന്ന് പറയാവുന്നതാണോ? ഈ ഓറോവിൽ നിന്ന് തുടങ്ങാവുന്നതാണ്. ആ സ്റ്റോറി വരുമ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഈ ഓറോവിൽ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയാണ്. ഇത് ആക്ച്വലി അത് പോണ്ടിച്ചേരി അല്ല, അത് വിഴിപുരം എന്ന് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് ഈ ഓറോവിൽ. ചിലപ്പോൾ നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും, ഒരു ഹോളിഡേനൊക്കെ പോയ സ്ഥലമായിരിക്കും. വിഴിപുരത്തിനും പോണ്ടിച്ചേരിക്കും നടുവിലാണ്. അപ്പം ഞങ്ങൾ ചെയ്ത സ്റ്റോറി എന്ന് വെച്ചാൽ, ഈ ഓറോവിലിൽ ഇപ്പോൾ താമസിക്കുന്നത് ഏകദേശം 3000 ആൾക്കാരാണ്. 4000 ഏക്കർ സ്ഥലത്ത് 3000 ആൾക്കാരാണ് താമസിക്കുന്നത്. അവർ 30 മുതൽ 40 ദേശങ്ങളിൽ വന്ന ആൾക്കാരാണ്. അതായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ആക്ട് കൊണ്ടുവന്നു, ഓറോവിൽ ആക്ട് എന്ന് പറഞ്ഞ്. അതൊരു സെൽഫ് ഗവേൺഡ് കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് അവരുടേതായ ഗവർണിംഗ് ബോർഡ് ഉണ്ട്, റെസിഡൻസ് അസംബ്ലി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു ഗുജറാത്ത് കാഡറിൽ IAS ഓഫീസർ, അതായത് 2002 ഗുജറാത്ത് റൈറ്റ്സ് നടക്കുമ്പോൾ ഗോദ്രയിലുണ്ടായിരുന്ന ഒരു ഓഫീസർ, അവരാണ് ഇപ്പോൾ ഈ
ഗവേണിംഗ് ബോർഡ് ചെയർപേഴ്സൺ. പിന്നെ RN രവി, തമിഴ്നാട് ഗവർണർ, അദ്ദേഹമാണ് മറ്റൊരു ഗവേണിംഗ് ബോർഡ് മെമ്പർ. അതല്ലാതെ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുന്നത് ജസ്റ്റിസ് ബേല ത്രിവേദിയുടെ കോടതിയിലാണ്. അതായത് ഈ ഓറോവില്ലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഓറോവില്ലിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ അവർക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വരുന്നത് ജസ്റ്റിസ് ബേല ത്രിവേദിയുടെ ജഡ്ജ്മെൻറ്റാണ്. അപ്പം നമുക്ക് ഈ സ്റ്റോറി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാം ആർക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന് ജയന്തി രവി, അവരുടെ ഗവേണിംഗ് ബോർഡ് ഇൻക്ലൂഡിങ് ഗവർണർ RN രവി, പിന്നെ ചിലപ്പോൾ ജസ്റ്റിസ് ബേല ത്രിവേദി. പക്ഷെ നമ്മൾ ഇപ്പോൾ ജിനോയ് ചോദിച്ചതുപോലെ എന്താണ് ഒരു സ്റ്റോറിയുടെ റിസ്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ റിസ്ക് അതിപ്പോൾ നമ്മൾ ഏത് സർക്കാരിനെ കുറിച്ച് എഴുതിയാലും പല തരങ്ങളിലാണ് റിസ്ക്. ചിലപ്പോൾ അത് ഇൻറ്റിമിഡേഷൻ ആവാം, ചിലപ്പോൾ ത്രെറ്റ്സ് ആവാം, ഇല്ലെങ്കിൽ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്യുന്നതാവാം. മിക്കവാറും എനിക്ക് തോന്നുന്നു ബോയ്ക്കോട്ടാണ് ഒരു പ്രധാന ത്രെറ്റ്. നമ്മൾക്കതൊന്നൊരു പ്രശ്നമല്ല. നമുക്ക് ആകെ പ്രശ്നം ഇത് കോടതിയിൽ കേസാകുമോ. അങ്ങനെ ഇതൊരു കേസാകുമെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാം കൃത്യമായിട്ടുണ്ടോ? ഡു വി ഹാവ് ദ പ്രൂഫ്? ഈ സ്റ്റോറി കോടതിയിൽ നാളെ ഒരു ഡെഫമേഷൻ കേസായാൽ ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് ശരിയാണ്, ഓരോ സെൻറ്റൻസും ഓരോ വാക്കും നമ്മൾ കൃത്യമായി അളന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത്ര ആ ഒരു ഭയമെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഒരു സ്റ്റോറി കൊടുക്കുന്നതിന് മുമ്പ്. അല്ലാതെ നാളെ ഈ സ്റ്റോറി വായിച്ച് ഇയാൾ എന്നെ വന്ന് ആക്രമിക്കുന്നോ അല്ലെങ്കിൽ ഈ സർക്കാരിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നോ അങ്ങനത്തെ ഭയം കൊണ്ട് നമുക്ക് സ്റ്റോറി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓഫ്കോഴ്സ് ഒരു വലിയ വ്യത്യാസമുള്ളത്, ഞാനും ഷാഹിനിയും ലീനയും കുറച്ച് നേരം ഡിസ്കസ് ചെയ്യായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ 2 വർഷങ്ങളായി ഞങ്ങളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സേ എടുക്കുന്നില്ല. വളരെ കുറച്ച് ചെന്നൈ ചില ഹോസ്പിറ്റൽസിനൊപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നല്ലാതെ ഞങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് ഇല്ല, ഒരു അഡ്വർടൈസ്മെൻറ്റ്സും ഇല്ല. ഞങ്ങൾ ആകെ കൂടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത് കുറച്ച് വർഷം മുമ്പാണ്. അപ്പോൾ ആ ഒരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആരെങ്കിലും എടുത്തുകൊണ്ട് ഇനി അവർക്ക് അത് വലിയ മാധ്യമങ്ങൾക്ക് അതൊരു പ്രശ്നമാണല്ലേ. അതായത് അവർ എത്രയോ കോടികളാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ അവർ കിട്ടുന്നത്. അപ്പോൾ അവർ ആരെ ദുഃഖിപ്പിക്കുന്നു അല്ലെങ്കിൽ ആരെ ദേഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഒരു എക്സ്ട്രാ കൺസേൺ അവർക്കുണ്ട്. ഭാഗ്യത്തിന് എനിക്ക് ആ കൺസേൺ പോലും ഇല്ല. പക്ഷേ ഈ ഒരു സ്റ്റോറി വരുമ്പോൾ, ഇത്തരം സ്റ്റോറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടീമിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ധന്യ വർക്ക് ചെയ്യുന്നത് വളരെ യങ്ങായ ഒരു ആളുകളോട്. അപ്പോൾ അവർക്ക് അവരുടെ പാരൻസ് ഉണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യലായ സ്റ്റോറിയാണെന്ന് പറയുമ്പോൾ അത് എഴുതുന്നവർക്കൊക്കെ അവർക്ക് വരുന്നൊരു കൺസേണിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക ഒരു എഡിറ്റർ നിലയിൽ? അത് ആക്ച്വലി ഒരു കൺസേൺ തന്നെയാണ്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റോറി അല്ല, ചില സ്റ്റോറികൾ റിപ്പോർട്ടേഴ്സിൻ്റെ അച്ഛനും അമ്മയും ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ അവരുടെ കുടുംബത്തിൽ തന്നെ ആ സ്റ്റോറി ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ എന്നെ ഏകദേശം എഴുത്തള്ളിയ പോലെയാണ്. അതായത് അവർക്ക് ഞാൻ ചെയ്യുന്ന ജേർണലിസം ഒന്നും അവർക്ക് താല്പര്യമില്ല. അത് അങ്ങനെ ആവാൻ കാരണം ശബരിമലയിൽ സ്ത്രീകൾ പോകണമെന്ന് ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അമ്പലത്തിൽ ആരും പോകണമെന്ന് ആഗ്രഹമില്ല. എൻ്റെ ഫെമിനിസം എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് സ്ത്രീകളെ കയറ്റണം എന്ന് വിചാരിക്കുന്ന ഫെമിനിസം അല്ല. ടെമ്പിൾ ഇസ് ദ ലാസ്റ്റ് പ്ലേസ് വെർ ഐ വോണ്ട് ടു ഡു ദ ആക്ട് ഓഫ് ഫെമിനിസം. പക്ഷേ ഒരു കോടതി ജഡ്ജ്മെൻറ്റ് വരികയാണ് സ്ത്രീകൾക്ക് അമ്പലത്തിലേക്ക് കയറാമെന്ന്. അപ്പോൾ ഐ വിൽ സപ്പോർട്ട് ദ വുമൺ ഹു വാണ്ട്സ് ടു ഗോ. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കുടുംബത്തിൽ ഏകദേശം എൻ്റെ റിപ്പോർട്ടറെ അന്ന് ശബരിമലയിൽ അടിച്ച് സരിത ബാലൻ എന്ന് പറഞ്ഞ് അവർ ഓൾമോസ്റ്റ് 1 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് എൻ്റെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്തിനാണ് ഇപ്പോൾ ഒരു വുമൺ റിപ്പോർട്ടറെ അയച്ച്, അല്ലെ വുമൺ റിപ്പോർട്ടർ പോയാൽ അവർക്ക് അടി കൊള്ളില്ലേ, അത് സാരില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എനിക്ക് 2 അടി കൊണ്ടാലും ഇവരിതൊക്കെ തന്നെ പറയുള്ളൂ. അന്ന് ഞാൻ വിട്ടതാണ് ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ. അതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ റിപ്പോർട്ടേഴ്സിനും. ഇവരെല്ലാവരും തന്നെ ഈ ഒരു എന്താ പറയുക അവരുടെ ഫാമിലിയിൽ പ്രശ്നമാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ചോദിക്കും ലൈക്ക് ആക്ച്വലി ഈ ഫാമിലിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതും കൂടിയല്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത ചെയ്താൽ അതിനെക്കുറിച്ച് അനാവശ്യം എഴുതാൻ ഓർഗനൈസർ, ഓപ്പ് ഇന്ത്യ, കമ്മ്യൂൺ, ഇങ്ങനെ പല മാഗസീൻസും ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ഇവർക്കൊക്കെ നല്ല സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ആർട്ടിക്കിൾസ് ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഒരു കർമ്മ ന്യൂസ് ഉണ്ട്. പിന്നെന്താണ് കർമ്മ ന്യൂസാണ് ഇവിടുത്തെ മെയിൻ. അവർക്കെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ. ദിവസവും വാർത്ത വരും ധന്യ രാജേന്ദ്രൻ ജോർജ് സോറോസിൻ്റെ ഏജൻറ്റാണ്, ജോർജ് സോറോസിൻ്റെ ഏജൻറ്റാണ്. ട്രംപിനെ ആരോ കൊല്ലാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ട്രംപിനെ കൊല്ലാൻ നോക്കിയത് ജോർജ് സോറോസിൻ്റെ ഏജൻറ്റാണ്, അതുപോലെ ഇവിടെ ഏജൻറ്റുകളുണ്ട്, എന്നിട്ട് എൻ്റെ പടം കാണിക്കും. അങ്ങനെ നരേന്ദ്രമോദിയെ കൊല്ലാൻ ഇവിടെ ശ്രമങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവർ പാക്കേജ്. അവസാനം ഞാൻ കേസ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പോർട്ടേഴ്സിനെ ആക്ച്വലി ബാധിക്കുന്നത്. ബിക്കോസ് അവരുടെ ഫാമിലിയിൽ ആൾക്കാർ കാണും, അവരോട് ചോദിക്കും നിങ്ങൾ ശരിക്കും ജോർജ് സോറോസിൻ്റെ ഏജൻ്റ് ആണോ? അങ്ങനെ പറഞ്ഞു വരുന്ന നമ്മളിപ്പോൾ ജോർജ് സോറോസിൻ്റെ ഏജൻ്റ് ആയി. ജോർജ് സോറോസിന് ഒരു ഐഡിയ ഇല്ല ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ആ പ്രഷറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ റിപ്പോർട്ടേഴ്സിനോട് മിക്കവാറും പറയും ഒരു സ്റ്റോറി പുറത്തു വരുമ്പോൾ ഡു നോട്ട് ലുക്ക് അറ്റ് റിയാക്ഷൻസ് അൺലെസ് ഇറ്റ് ഈസ് എ ലീഗൽ പ്രോബ്ലം
വെറുതെ പോയി സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളിലോ കയറി റിയാക്ഷൻ നോക്കരുത്, 2 ദിവസം ഓഫ് ചെയ്ത് വെച്ചാൽ പോലും കുഴപ്പമില്ല? ഞാൻ ലീനയിലേക്ക് വരാം. ലീനയെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ലീന അസീമാനന്ദനെ കുറിച്ച് ചെയ്ത സ്റ്റോറിയിലാണ്. ഞാൻ അങ്ങനെയാണ് ലീനയെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഒന്ന്, ആ സ്റ്റോറി, ലീനയുടെ സ്റ്റോറികൾ പലതും ഒരുപാട് സമയമെടുത്ത് മാസങ്ങളുടെ റിസർച്ചിലൂടെ കടന്നുപോയി ചെയ്യുന്ന സ്റ്റോറിയാണ്. 2, ആ സ്റ്റോറികൾ ഉണ്ടാക്കുന്ന ഭൂകമ്പം അത് ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒതുങ്ങുന്നതല്ല, ഡയസ്പോറയെ വരെ കുലുക്കുന്ന വളരെ ഡീപ്പായ, വളരെ എർത്ത് ഷാട്ടറിങ് ആയ സ്റ്റോറികളാണ്. അപ്പോൾ പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല ഇവിടെ. അപ്പോൾ ഞാൻ ആ ഒരു അസീമാനന്ദിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് ലീന അതിലേക്ക് എത്തിയത്, അതിൻ്റെ ഒരു പ്രോസസ്സ്, അതിന് ശേഷമുണ്ടായ ഇമ്പാക്റ്റ്, അത് ലീന എന്നുള്ള ജേർണലിസ്റ്റിൻ്റെ ഒരു ഔട്ട്ലുക്കിനെ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിൽ ഇപ്പം ഒരുപാട് പേഴ്സണൽ സ്റ്റോറി വരും, അത് പറയും തുടങ്ങും. നമ്മളിപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് പറ്റിയ വയനാടുള്ള സ്ഥലങ്ങളിൽ, ഞാൻ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ക്യൂറേറ്ററും കൂടിയാണ്. അപ്പോൾ അവിടെ കുറച്ച് പ്രോഗ്രാംസുമായിട്ട് പോയപ്പം ഈ ലാൻഡ് സ്ലൈഡ് പറ്റിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ പറയും ഒരു ഭയങ്കര വൈബ്രേഷനാണ്, അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഒരു ഭയങ്കര ദുരന്തം നടന്ന ഒരു വൈബ്രേഷനാണ്. കുറേ കാലം ഞാൻ ആലോചിക്കുന്ന എൻ്റെ ജീവിതവും ആ ഒരു ഫേസ് കൂടിയായിരുന്നു ആ സ്റ്റോറി എന്നത്. എന്ന് വെച്ചാൽ 2014 ആ സ്റ്റോറി ഇറങ്ങുന്നു, വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, ഒരാഴ്ചത്തോളം പാർലമെൻറ്റിൽ ഭയങ്കര ബഹളമുണ്ടാക്കുന്നു, നരേന്ദ്രമോദി ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് RSSന് എഗെയിൻസ്റ്റും മോഡിയുടെ റൂളിന് എഗെയിൻസ്റ്റും ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു ജേർണലിസ്റ്റിന് തൻ്റെ സ്റ്റോറിയിൽ കൂടെ നേടാൻ പറ്റുന്ന ഒരു ഹൈറ്റ്സ് ഞാൻ അച്ചീവ് ചെയ്തു. നമ്മൾ അവാർഡുകളല്ലല്ലോ നമ്മുടെ ശരിക്കുള്ളത്, നമുക്ക് റിയൽ വേൾഡിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ സ്റ്റോറിയിൽ ഏറ്റവും വലിയൊരു 2 വെളിപ്പെടുത്തുകൾ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ സ്വാമി അസീമാനന്ദ് ആ സ്റ്റോറി കൂടെ പറയുന്നത് ഈ ടെററിസ്റ്റ് അറ്റാക്കുകൾ 110 അധികം പേരെ കൊന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇന്ത്യൻ്റെ പല സ്ഥലങ്ങളിലായിട്ട്, പല സ്റ്റേറ്റുകളിലായിട്ട് നടന്ന ഈ ടെററിസ്റ്റ് അറ്റാക്കുകളെല്ലാം തന്നെ RSSൻ്റെ ഇന്നിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുടെ മോഹൻ ഭാഗവതിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നടന്നതാണ്. പുള്ളി അറിഞ്ഞുകൊണ്ട് നടന്നതാണ്. ആ മീറ്റിങ്സിലൊക്കെ പല സുപ്രധാനമായ RSS പൊസിഷനിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, അവരറിഞ്ഞുകൊണ്ട് നടന്നതാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അതിലേറ്റവും എന്നെപ്പോലും റിപ്പോർട്ട് ചെയ്ത് എന്നെപ്പോലും ഞെട്ടിച്ചൊരു വെളിപ്പെടുത്തലാണത്. രണ്ടാമത്തെ ഒന്ന്, RSSനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് വളരെ ചുരുക്കം സമയങ്ങളിലെ അങ്ങനെ ഒരു മൂവ് സെൻട്രൽ ഗവൺമെൻറ് ഹോം മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു മൂവ് ഇതിന് ശേഷം, ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ശേഷം ഉണ്ടായി. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് പിന്നെ RSSും മോഡി സർക്കാരും പവറിലേക്ക്, സെൻട്രൽ ഗവൺമെൻറ് പൊസിഷനിലേക്ക്, യൂണിയൻ ഗവൺമെൻറ് പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളൊക്കെ 2014 ഇലക്ഷന് മുമ്പേ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അതിലെ ഒരു നിർണായകമായൊരു കാര്യം. ഞാൻ കേരളത്തിൽ പഠിച്ചു വളർന്നു, ഇവിടെ കൊച്ചിയിൽ ജേർണലിസം തുടങ്ങി, കുറേ കാലം IAS സ്വപ്നവുമായിട്ട് ഡൽഹിയിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് അതൊന്നും നടക്കാഞ്ഞപ്പം ഒരു പുതിയ ലോങ് ഫോം മാഗസീനായ കാരവാൻ, അതിൻ്റെ തലപ്പത്തൊരു മലയാളി തുടങ്ങുന്നു, അവിടെ ഒരു എഡിറ്റോറിയൽ മാനേജറുടെ പൊസിഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നതാണ്. എഡിറ്റോറിയൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അവിടെ സ്റ്റാഫ് റൈറ്റേഴ്സ്, സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്മോൾ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനിലൊന്നും ഫുൾ ടൈമറായിട്ട് സ്റ്റാഫ് റിപ്പോർട്ടേഴ്സിനെ വെക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം കൂടുതൽ എഡിറ്റോറിയൽ പ്രോസസ്സുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം എഡിറ്റർമാരായിരുന്നു അതിൽ. ഒരു സ്റ്റാഫ് റൈറ്റർ മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് റൈറ്റേഴ്സൊക്കെ ഇന്ത്യക്ക് പുറത്ത്, ജേർണലിസത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി കൊടുക്കുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ചിറങ്ങിയ സ്റ്റാഫ് റൈറ്റേഴ്സിനൊക്കെ അവിടെ സ്റ്റാഫ് റൈറ്റർ പൊസിഷനും എഡിറ്റർ പൊസിഷനും ഒക്കെ അമേരിക്കയിലൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അങ്ങനെ എഡിറ്റോറിയൽ പൊസിഷൻസ് പോലും കൊടുക്കാത്ത ഒരു സ്ഥാപനമായിരുന്നു അത്. അപ്പോഴാണ് ഞാനിങ്ങനെ മലയാളിയായ അതിൻ്റെ എഡിറ്ററോട്, ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ എനിക്കും എഡിറ്റോറിയൽ എക്സ്പീരിയൻസ് ഉണ്ട്, ന്യൂസ് ഗാദറിങ് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് പാർട്ട് ടൈം ആയിട്ടെങ്കിലും എനിക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഐഡിയാസ് പലതും നോക്കുന്നത്. അപ്പോൾ ഞാനൊരു
ലോയറും പബ്ലിക് പ്രോസിക്യൂട്ടറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ പുള്ളി പറഞ്ഞു ഏതെങ്കിലും ഒരു കേസ് പഠിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ലോങ് ഫോം ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യയിൽ അങ്ങനെ റയറായിട്ടേ നടന്നിട്ടുള്ളൂ. ഈ ലോങ് ഫോം തന്നെ ന്യൂസ് മാഗസീൻസിൽ നിന്ന് എടുത്തുപോയൊരു കാലഘട്ടമായിരുന്നു. എല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ടി വീക്ക്ലീസിൽ പെട്ടെന്നൊരു 250 വേർഡ് ഏറി വന്ന 1000 വേർഡ് സ്റ്റോറീസൊക്കെ ചെയ്യുന്നിടത്ത് ലോങ് ഫോമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജേർണലിസത്തിൽ ഇല്ലാതിരുന്നൊരു സമയത്ത് പുള്ളി പറഞ്ഞു അങ്ങനെയൊന്ന് നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആവേശമായി. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് കോർട്ട് പ്രൊസീഡിങ്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പം പല സ്റ്റേറ്റ്സിൽ നടക്കുന്ന, പല കോടതികളിൽ കിടക്കുന്ന പല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് മാറി മാറി അന്വേഷിച്ചൊരു കേസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് FIRകൾ ഈ NIA മുമ്പേ അന്വേഷിച്ച SIT ഒരു FIR ഫയൽ ചെയ്യുന്നു, അതിനുശേഷം NIA കേസ് ഏറ്റെടുക്കുന്നു, പുതിയ FIR ഫയൽ ചെയ്യുന്നു, പുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനടുക്ക് ജയിലിൽ കിടക്കുന്ന സീമാനന്ദൻ്റെ വക ഒരു മാപ്പ്, പിന്നെ വേറെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, എന്നെ ഉപദ്രവിച്ചിട്ട് നേടിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഇതിൽ കുറേ അങ്ങനെ കുരുക്കുകൾ കിടക്കുമായിരുന്നു. അപ്പം ഈ കേസ് ആദ്യം തന്നെ പോയിട്ട് ഇതിൻ്റെ ഈ എന്താ പറയുക പെട്ടിക്കണക്കിന് ഇതിൻ്റെ കേസ് ഫയൽസ് ദിവസവും വന്നിരുന്നങ്ങ് വായിക്കും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ. അത് തന്നെ ഒരു നല്ല ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ കാണുക, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സുകൾ മനസ്സിലാക്കുക. അതിനുശേഷമാണ് എൻ്റെ എഡിറ്റർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ കക്ഷിയെ തന്നെ ഒന്ന് പോയി ജയിലിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്തൂടെ എന്ന്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല, ഹൈ സെക്യൂരിറ്റി പ്രിസണാണ്. അപ്പം പുള്ളിയെ ഞാൻ ചെന്ന് കണ്ടു കോടതിയിൽ. പറഞ്ഞു ലീന വന്നാൽ ഞാൻ സംസാരിക്കാം, എപ്പോൾ വേണ്ടെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയെ 4 വട്ടം അംബാല സെൻട്രൽ ജയിലിൽ ചെന്ന് കാണുന്നു. പുള്ളി മണിക്കൂറുകളോളം എന്നോട് ഇരുന്ന് ഇതിൻ്റെ പ്ലാനിങ്ങിൻ്റെയും പുള്ളിയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയും പുള്ളി എങ്ങനെയാണ് ഒരു രാമകൃഷ്ണ മിഷൻ ആശ്രമത്തിൻ്റെ കീഴിലൊക്കെ വളരെ ഗാന്ധിയനായ ഒരു ഫാദർ. ആദ്യം ചെറുപ്പത്തിലൊക്കെ RSSകാർ ഫ്രണ്ട്സ് ആവുമ്പോൾ ഈ അച്ഛൻ പറയുന്നത് അവരെ കൂടെ ഫ്രണ്ട്സ് ആയിക്കൂടാ, ഗാന്ധിനെ കൊന്നവരാണ്, നമുക്ക് അവരുമായിട്ടൊരു ചങ്ങാത്തം വേണ്ട എന്ന് പറഞ്ഞ് രാമകൃഷ്ണ മിഷനിലൊക്കെ അയച്ച് അങ്ങനെ വളർന്ന ഒരാൾ എങ്ങനെ ഒരു ടെററിസ്റ്റായിട്ട്, ഹിന്ദു ടെററിസ്റ്റായി മാറുന്നു എന്നുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈനാണ് എൻ്റെ മുന്നിൽ. അപ്പോൾ ഇയാൾ മോഹൻ ഭാഗവതിൻ്റെ ഒക്കെ പേര് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഗതി മാറുവാണ്. പിന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ കുറേം കൂടി ഡീറ്റെയിൽ ആയിട്ട് അയാളുടെ ഓൾ ഇന്ത്യ നെറ്റ്വർക്കിനെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഒരു 2-2.5 കൊല്ലം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റോറി ക്ലോസ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷേ അതിൻ്റെ ഒരു റെപ്പക്കഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ആരും ജോലി തരില്ല, വല്ല ദല്യനെ പോലത്തെ മുതലാളിമാരെ ഇനി ജോലി തരാൻ സാധ്യതയുള്ളൂ. വേറെ ഇന്ത്യയിൽ എനിക്ക് ജോലി തരാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളൊക്കെ കുറഞ്ഞു. കാരണം പലയിടത്തും അതിനുശേഷം ജോലിക്കായിട്ട് പോയി കഴിഞ്ഞാലും ഈ കഥ കേൾക്കാൻ ഫൈനൽ ലെവൽ ഇൻ്റർവ്യൂ വരെ ഇതെങ്ങനെ സംഭവിച്ചു, ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് സീനിയർ ലെവലിൽ വരെ ഇൻ്റർവ്യൂസൊക്കെ പോകും. പക്ഷെ അവസാനം ആരും ജോലി തരത്തില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു പ്രത്യാഘാതങ്ങളും പിന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇത് ജേർണലിസമായിട്ടോ ഒന്നുമായിട്ട് ബന്ധമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന്, ഡൽഹി കാണാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പം അത് എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കിയ റെപ്പക്കഷൻസും ചെറുതൊന്നുമല്ല. സെക്യൂരിറ്റീനെ കുറിച്ചും ഇന്നും അവർക്ക് ഒരുപാട് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്കയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ആവലാതികൾ അവർക്കുണ്ട്. അപ്പം ഞാനീ പറഞ്ഞതുപോലെ ഒരു ദുരന്തം നടന്നൊരു പ്രദേശമാണ് ജീവിതം മൊത്തത്തിൽ. അതിന് ശേഷം പലതരത്തിലുള്ള കാഷ്വാലിറ്റികളിലൂടെ കടന്നു പോകുന്നവരാണ്. ഷാഹിനയിലേക്ക് വരാം. ഷാഹിനയെ നമുക്കറിയുന്നത് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് സ്റ്റോറികൾ ചെയ്ത ഒരാളായിട്ടാണ്. അതിൽ ജെൻഡർ ഉണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ഷാഹിന ചെയ്ത പല സ്റ്റോറികളും ഷാഹിനയെ ഒരുപാട് ഏടാകൂടങ്ങളിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഷാഹിനയുടെ കൂടെ നിന്ന് കണ്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും ഷാഹിനയെ പറ്റി നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ ഷാഹിനയെ പറ്റി ചോദിക്കാറുള്ള ചോദ്യം, ഇവരെന്തിനാണ് ഈ ഗവൺമെൻറ്റിനെ ഇങ്ങനെ വിമർശിക്കുന്നത്, ഇവരെന്തിനാണ് ഇതിനെ? അപ്പോൾ എനിക്ക് ഷാഹിനോട് ചോദിക്കാനുള്ളത് ഇതാണ്, ഈ ഭരണകൂടത്തിനെ നമ്മൾ എന്തിനു വിമർശിക്കണം? അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പത്രത്തിൻ്റെ പേര് ഓർഗനൈസർ എന്നുള്ള പത്രമാണ്. ഈ ഓർഗനൈസറിനെ ആ രൂപത്തിൽ ആരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ആ പത്രം അറിയാം. കാരണം അതിൽ വരുന്ന വാർത്തകൾ എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് വാർത്തയാക്കാറുണ്ട്. ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് 5 ലേഖനം ഓർഗനൈസറിൽ വന്നുവെന്ന് ഇവിടെ ഉള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഓർഗനൈസർ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ലേഖനം എഴുതുന്ന പിന്നെ ആളുകളാണ് ഈ ഇരിക്കുന്ന ധന്യ രാജേന്ദ്രനും ലീനയും. ഇടയ്ക്ക് വല്ലപ്പോഴും എന്നെക്കുറിച്ച് അവർ എഴുതാറുണ്ട്. അപ്പോൾ ലീന പറയുമായിരുന്നു, ലീനയുടെ വളരെ വിശദമായൊരു ജീവചരിത്രം തന്നെ ആകെ കൊടുത്തത് ഓർഗനൈസറാണ്, വേറെ ഇവിടുത്തെ ഒരു മാധ്യമവും ലീനയെ അങ്ങനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത്. ധന്യയെക്കുറിച്ച് ആഴ്ചയിൽ അവർ എഴുതാറുണ്ട്. ധന്യയ്ക്ക് മറ്റേ അവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നു, ഇവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നു. എന്നെക്കുറിച്ച് ഈയിടെ പിന്നെ അവർ എഴുതിയിരുന്നു. അപ്പോൾ ഇതൊരു മാർക്കറാണ് ശരിക്കും നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ. ഒരു പക്ഷേ ജിനോയ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഭരണകൂടത്തെ വിമർശിക്കുന്നത്? അതാണ് നമ്മുടെ പണി എന്നുള്ളതാണ് അതിൻ്റെ വളരെ ലളിതമായ ഉത്തരം. വി ആർ പെയ്ഡ് ഫോർ ഡൂയിങ് ദാറ്റ്. വെച്ചാൽ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നത്, നമ്മൾ ഈ ജോലി ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ജോലി. അടിസ്ഥാനപരമായി ഇതാണ് നമ്മുടെ ജോലി. ഈ സിസ്റ്റത്തെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ പണി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട്. ആ പണി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഇത്ര കാലവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ഇത്ര കാലവും ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം നടന്നിരുന്നു, അതിനു മുമ്പും നടന്നിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും പൊതുവെ പറയുന്നത് പോലെ 2014 ശേഷമാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം തകർന്നു പോയത് എന്ന അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എല്ലാ കാലത്തും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വലിയ തോതിലുള്ളൊരു മാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1808 പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് അന്നത്തെ പിന്നെ ബംഗാളിയിൽ ഇറങ്ങിയിരുന്ന അമൃത ബസാർ പത്രിക എന്ന പത്രത്തെ പൂട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് നിന്ന നിപ്പിൽ അമൃത ബസാർ പത്രിക ഇംഗ്ലീഷ് പത്രമായി മാത്രം മാറിക്കൊണ്ട് ഈ വെർണാക്കുലർ പ്രസ് ആക്ടിനെ മറികടക്കുകയാണ് അവർ ചെയ്തത്. ഇങ്ങനെ ഈ തരത്തിലുള്ള ട്രപ്പീസുകളിലൂടെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കാലം മുതൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പുതിയ തലമുറയിലെ എഡിറ്റർമാരുടെ കൂട്ടത്തിൽ ഒരാളായ ധന്യ രാജേന്ദ്രനും ലീനയും ജിനോയും ഒക്കെ അടക്കമുള്ള ഞങ്ങൾ ഈ ഇരിക്കുന്ന ഈ ദിവസം വരെയും നിരന്തരമായ ട്രപ്പീസുകളിൽ തന്നെയാണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ ലീന ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഈ സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിന് പിന്നിൽ RSS ആണ് എന്ന വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയിലേക്ക് എത്താൻ എന്നോട് ലീന മുമ്പ് വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതാണ്ട് 2.5 വർഷത്തെ പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ്. 2.5 വർഷമാണ് ഒരു വാർത്തയുടെ പുറകെ ഒരാൾ നടന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വലിയ കൺസേൺ എന്ന് പറയുന്നത്, ജിനോ ഇപ്പോൾ ചോദിച്ച പോലെ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, നമുക്ക് എത്ര കാലം ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യവും അതിൻ്റെ കൂടെ, ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ, സമഗ്രമായ അന്വേഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതും എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങളെ നമ്മൾ വിമർശിക്കുമ്പോൾ തുല്യമായൊരു ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെല്ലാവരും എടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, 2014 ശേഷം ഇന്ത്യയിൽ ഏതാണ്ട് 28ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ചെയ്യുന്ന പണിയുടെ, ഇപ്പോൾ ധന്യ ചെയ്യുന്നതിൻ്റെയും ലീന ചെയ്യുന്നതിൻ്റെയും ഷാഹിന ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു കോസ്റ്റ് ഏതാനും ലോ സ്യൂട്ടിലോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രോളിങ്ങിലോ മാത്രം നിൽക്കുന്നൊരു ഒന്നല്ല. അത് പലപ്പോഴും അതൊരു നമ്മുടെ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ പോലെ, സുഹൃത്ത് പറഞ്ഞ പോലെ, ഇത് അടച്ചു തീരാത്ത ഒരു EMI ആണെന്നാണ് പറയുക. ഇത്തരത്തിലുള്ള നമ്മളൊരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ലീന എടുത്ത് പറഞ്ഞ പോലെ, അത് ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ നമ്മളെ പിന്തുടരുന്ന ഒരു പ്രത്യാഘാതം അതിൻ്റെ പുറകിലുണ്ട്. എന്നിട്ടും ഇവിടെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, പലപ്പോഴും പല വേദികളിലും ആളുകൾ, പ്രത്യേകിച്ചും ജേർണലിസം സ്റ്റുഡൻസ് ചോദിക്കാറുള്ള ചോദ്യം, നമ്മുടെ ധൈര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറേജ് ആയാലും ഇൻഡിവിജ്വൽ കറേജ് ആയാലും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആധാറിനെതിരെ എഡിറ്റോറിയൽ എഴുതുന്ന ഒരു സഹപ്രവർത്തകൻ വൈകുന്നേരം എഡിറ്റോറിയൽ എഴുതി കഴിഞ്ഞിട്ട് അയാളെ ഡൽഹി ബ്യൂറോയിൽ നിന്നും നമ്മുടെ ഒരു കറസ്പോണ്ടൻറ്റ് വിളിച്ചു പറയുന്നു, PMO അപ്സെറ്റാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, റെയ്ഡോ മറ്റൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ത്രെട്ട് കുറച്ചുണ്ട്. അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അവർ സംസാരിച്ചത്, അതുകൊണ്ട് എഴുതുന്നതൊന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് ഈ സഹപ്രവർത്തകനോട് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ മുഖത്ത് എനിക്ക് ആ ഭയം കാണാം. അങ്ങനെ അയാളുടെ കൂടെ അന്ന് വൈകുന്നേരം ഞാൻ സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, പേടിയുണ്ട്, നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നാളെ മാറ്റി എഴുതുമോ അല്ലെങ്കിൽ എഴുതാതിരിക്കുമോ എന്ന് ചോദിച്ചു. അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാരും ധീരന്മാരല്ല, ഇതിലുള്ള ആരും. ഭയമുള്ള എന്ന് പറയുക, ഉറക്കം കിട്ടാത്ത, യാതൊരു തരത്തിലുള്ള ഹീറോ വർഷിപ്പ് മെറ്റീരിയൽ ഇല്ലാത്ത ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഇവർക്കൊക്കെ കുടുംബങ്ങൾ, അച്ഛനമ്മമാരുണ്ട്, ഇവർ തളർന്നു പോകുന്നുണ്ട്, വൾണറബിൾ ആവുന്നുണ്ട്. എന്നിട്ടും അവരിത് ചെയ്യുന്നു എന്നുള്ളത് ഈ ജനാധിപത്യത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായി നിൽക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധമുള്ള ജേർണലിസ്റ്റുകളുടെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയുമല്ല. ഇതിന് റിസർച്ചിന് നമുക്കെടുക്കുന്ന സമയം, ഫാക്ട് ചെക്കിങ്ങിന് എടുക്കുന്ന സമയം, സോഴ്സിനെ കണ്ടെത്താൻ, ചില സമയത്ത് സോഴ്സിലേക്ക് എത്താൻ ഉള്ള ട്രാവൽ മുതൽ വലിയ പണച്ചെലവുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിനൊക്കെ കൃത്യമായി പറഞ്ഞ പോലെ ആ ഒരു സ്പേസ് നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ധന്യ ഒരു ഓൺട്രപ്രണർ കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? അതായത് ഈ സ്പേസ് ഷ്രിങ്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട റിസോഴ്സസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് മുമ്പിലുള്ളത്? നിങ്ങളുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? കാരണം ഇപ്പോൾ ഒരു നല്ലൊരു ലോങ് ഫോം സ്റ്റോറി, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കൊണ്ടുവരണമെന്നുള്ള കോസ്റ്റ് പലർക്കും അറിയില്ല, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് പോലും അറിയില്ല. അല്ല, എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മിക്കവാറും എല്ലാ ജേർണലിസം ഫെസ്റ്റിവലിലും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇത് ഫുൾ ടൈം വളരെ അപകടം പിടിച്ച പണിയാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ഇത് പകുതി സമയവും പകുതി ആൾക്കാരിപ്പോൾ ഇവിടെ മഴ പെയ്തു അല്ലെങ്കിൽ അവിടെ റോഡില്ല, അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് റിപ്പോർട്ടുകളാണ്, അല്ലാതെ ഞാൻ പറയല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെന്നൈയിൽ ആദ്യം ജോലി എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പകുതി സമയം ജോലി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം പോയിട്ട്. അതായത് ഞാൻ ഏകദേശം എല്ലാ ദിവസവും എഴുതുന്ന സ്റ്റോറി, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് ചെയ്യുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട്. പിന്നെ ഞാൻ ജ്യോതികയുടെയും സൂര്യയുടെയും കല്യാണം, ജ്യോതികെട്ട സാരിയുടെ കളർ മുതൽ വളരെ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ എപ്പോഴും, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ എല്ലാ ഫെസ്റ്റിവലിലും പോയിട്ട് നമ്മുടെ ഈ ജേർണലിസം ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുകൊണ്ട് ഇപ്പോൾ ആരും ജേർണലിസം പഠിക്കാൻ തന്നെ വരുന്നില്ല. അതുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നമുള്ളൊരു പ്രൊഫഷനൊന്നും അല്ല. പകുതി സമയം വളരെ ഹാപ്പി ആയിട്ടുള്ള പ്രൊഫഷനാണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സർക്കാരിനെ ക്രിട്ടിസൈസ് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അത് സത്യമാണ് ആക്ച്വലി കുറേ ജേർണലിസ്റ്റുകൾക്ക്. ഇപ്പോൾ ടി വിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും നമ്മൾ പറയുന്ന ദിവസമുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവർ ഡെയിലി ഇവൻറ്റുകൾ കവർ ചെയ്യുന്നു. നമ്മൾ എത്രയോ സാധാരണ ആൾക്കാരുടെ കഥകൾ പറയുന്നു. അതിൻ്റെ ഒരു റിപ്പർക്കഷൻ ശരി ഒരു സർക്കാർ ദേഷ്യം വരാം, പക്ഷേ എന്നാൽ നമ്മളത് പറയാതെ പറ്റില്ല ആ കഥകൾ. അപ്പോൾ മിനിസ്ക്യൂളായിട്ടുള്ള കഥകൾ പറയുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട്. അവർ ഇത്രയും വലുതായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നാളെ UAPA കേസ് വരുമെന്ന് ഷാഹിനയ്ക്ക് ഏകദേശം ഉറപ്പുണ്ടായിട്ട് പോലും ഷാഹിനെ സ്റ്റോറി ചെയ്തു. പക്ഷേ അതേസമയം വയനാട്ടിലൊരു ലാൻഡ് സ്ലൈഡ് കവർ ചെയ്യുന്ന ജേർണലിസ്റ്റിന് ആ ഒരു ടെൻഷനില്ലല്ലോ. പക്ഷേ 90% ജേർണലിസ്റ്റുകളും അങ്ങനത്തെ റുട്ടീൻ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകളാണ്. ആ സ്ഥാപനങ്ങൾക്കൊന്നും പ്രശ്നമില്ലേനും. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് ചാനൽ, ഞാൻ ഒരു 8 വർഷം ഇംഗ്ലീഷ് ചാനലിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ TV-യിൽ കേബിൾ എന്നില്ല, ഞാൻ ഇംഗ്ലീഷ് ചാനലുകളേ കാണാറില്ല. വല്ലപ്പോഴും മലയാളം ചാനൽ കാണും, കന്നഡ കാണും, തമിഴ് കാണും. പക്ഷേ ഇംഗ്ലീഷും ഹിന്ദി ചാനലുകളൊക്കെ ഒട്ടും ഭയമില്ലാതെ അവർ സുഖമായിട്ട് ജീവിക്കണം. അവർക്ക് കോടികൾ പൈസയുണ്ട്, അവർക്ക് അഡ്വർടൈസിങ് ഉണ്ട്. ഈ നമ്മൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ആർക്കാണ്? ചെറിയ ഇൻഡിപെൻഡൻറ്റ് മീഡിയ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയ TV ചാനലുകൾക്കോ. അത്ര നമ്മൾ ഈ മാധ്യമങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഈ മാധ്യമങ്ങൾ ആരൊക്കെയാണ്? ചില പത്രങ്ങൾക്ക് പ്രശ്നമുണ്ടാകും, അതായത് സത്യം തുറന്ന് പറയുന്ന ചില പത്രങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ, അവർക്ക് പ്രശ്നമുണ്ടാവും. ഇപ്പം നമ്മൾ 2014 നരേന്ദ്രമോദി സർക്കാർ വരുന്ന സമയമാണ് ഇന്ത്യയിൽ ആക്ച്വലി ഡിജിറ്റൽ മീഡിയയുടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ദ വയറാണ് തുടങ്ങുന്നത്. എനിക്ക് ഫസ്റ്റ് ന്യൂസ് ലോണ്ട്രി, പിന്നെ ദ വയർ, സ്ക്രോൾ,
ദി ന്യൂസ് മിനിറ്റ്, ക്വിൻറ്റ്, അങ്ങനെയാണ് കുറേ ഇംഗ്ലീഷ് വെബ്സൈറ്റ്സ് ഒരേ സമയം തുടങ്ങുന്നത്. അതിലെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം സ്റ്റാഗ്നേറ്റ് ചെയ്തു. ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകളും എല്ലാവരും ഗ്രോത്ത് ലെവലിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യണം. അതായത് ഒരു 40-50 ആൾക്കാരെ അല്ലാതെ ആർക്കും ഹയർ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ, അതായത് ഗ്രാൻറ്റുകളോ ഫെലോഷിപ്പോ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മിക്കവാറും സബ്സ്ക്രിപ്ഷനാണ്. ഇപ്പോൾ ഈ പറയുന്ന ഓറോവിൽ സ്റ്റോറി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ ഫസ്റ്റ് സ്റ്റോറി ഇപ്പോൾ ഫ്രീ ആയിട്ട് 3 ദിവസം വായിക്കാം, നാളെ ഞാനത് പേവോളാക്കും. പക്ഷേ അല്ലെങ്കിൽ 500 രൂപ ഒരു മാസം കൊടുത്ത് നമ്മൾ വായിക്കേണ്ട ഒരു സ്റ്റോറിയാണത്. അല്ല, നമുക്ക് നിവർത്തിയില്ല. നമ്മൾ ജനങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോൾ ദിവസവും ഇഫ് യു ആർ ക്രിട്ടിസൈസിങ്, നിങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനലുകളെയും ന്യൂസ് പേപ്പേഴ്സുകളെയൊക്കെ നിങ്ങൾ ദിവസവും ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാധ്യമങ്ങൾക്ക് നിങ്ങൾ തന്നെ പൈസ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആരുടെയെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് വാങ്ങിച്ചാൽ ഞാൻ അവർക്ക് വിധേയമാവുകയാണ്. പകരം ജനങ്ങളുടെ പൈസ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു കൊളീഗ് നിധി സുരേഷ് എന്ന് പറഞ്ഞിട്ട്, ആ കുട്ടി ഏകദേശം 6 മാസം എടുത്ത് ഇവിടെ നടക്കുന്ന ദിലീപിൻ്റെ കേസ് എനിക്കൊന്നൊരു 14,000 വേർഡ് സ്റ്റോറി എഴുതി. ഈ കേരളത്തിൽ ഇത്രയും മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും ആ കാറിൽ അന്ന് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളുണ്ട്, ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞ്. ആ മണികണ്ഠനാണ് ഈ ഫുൾ സംഭവം കണ്ടത്. അയാളുടെ ഒരു ഐ വിറ്റ്നസ്, അയാളുടെ ഒരു അക്കൗണ്ട് വെച്ച് തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണത്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചത് കേരളത്തിൽ തന്നെയാണ്. അതായത് എത്രയോ വർഷങ്ങളായിട്ട് കവർ ചെയ്യുന്ന ഒരു സ്റ്റോറി ഒരുമിച്ച് കൊണ്ടുവരിക അല്ലേ. അപ്പോൾ അതൊരു എഫേർട്ടാണ്. ജിനോയ് പറഞ്ഞ പോലെ എത്രയാണ് പൈസ? ചിലപ്പോഴൊക്കെ ഓരോ സ്റ്റോറിക്ക് 1-2 ലക്ഷം രൂപയാണ് ഒരു സ്റ്റോറിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. പക്ഷെ അത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഓഡിയൻസ് തന്നെ പേ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ 3 റിപ്പോർട്ടേഴ്സിനെ മണിപ്പൂരിലേക്ക് അയച്ചു. അതിൽ ഒരു റിപ്പോർട്ടർക്ക് അവാർഡ് പോലും കിട്ടി ആ കവറേജിന്. അത് നമ്മുടെ റീഡേഴ്സാണ് അത് ഫണ്ട് ചെയ്തത്. നമ്മൾ പറഞ്ഞു മണിപ്പൂരിലേക്ക് നമ്മളൊരു ജേർണലിസ്റ്റ് അയക്കുകയാണ് പറഞ്ഞപ്പോൾ ആ ഫുൾ പൈസ. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 10,000 കോടിക്ക് തൽക്കാലം തുടങ്ങിയ ഒരു പ്രോജക്റ്റ്, അത് 80,000 കോടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് അവിടുത്തെ ട്രൈബൽസിനെയും അവിടുത്തെ ഇക്കോളജി എല്ലാം നശിപ്പിക്കുന്ന ഒരു വലിയൊരു പോർട്ട് വരികയാണ്. നമ്മളിപ്പോൾ വിഴിഞ്ഞെന്നൊക്കെ പറയുന്ന അതിനേക്കാൾ എത്രയോ പ്രശ്നമുള്ളൊരു പോർട്ട്. ഞങ്ങൾ 2 ലക്ഷം രൂപയാണ് ആ ചിലവ്. ഒരു റിപ്പോർട്ടർക്ക് പോയി അവിടെ 1 മാസം താമസിച്ച് വരാനുള്ള ചിലവ്. സാധാരണ റീഡേഴ്സാണ് പൈസ തന്നത്. ചില ആൾക്കാർ 500 രൂപ വരും, ചില ആൾക്ക് 1000, ചില ആൾക്കാർ 50,000 രൂപ വരും. എല്ലാവരും അവരുടെ പരിമിതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനൊരു മോഡൽ, ഫോർ എക്സാമ്പിൾ ന്യൂയോർക്ക് ടൈംസ് അല്ലെങ്കിൽ ദ ഗാർഡിയൻ, ഇവരൊക്കെ ജനങ്ങൾ പൈസ കൊടുത്ത് ആണ് ഇപ്പോൾ ഈ ഇത്രയും വലിയ ഓർഗനൈസേഷൻ നടക്കുന്നത്. എനിക്ക് ഇന്ത്യയിൽ ആ കൾച്ചർ വന്നേ പറ്റൂ. അതായത് നെറ്റ്ഫ്ലിക്സും ജിയോ ഹോട്ട്സ്റ്റാറും പ്രൈമും എല്ലാം നമ്മൾ ഒരുമിച്ച് എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു മീഡിയ ഹൗസിന് കുറച്ച് പൈസ കൊടുക്കുക. അങ്ങനെ ഇത് വന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ എത്ര മാധ്യമങ്ങളാണ് അടച്ചു പൂട്ടുന്നത്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നമ്മളിപ്പോൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഈ 45 റൈസിലെ സ്കാം, അങ്ങനെ പല സ്കാമുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ഈ ഇടയായിട്ട് അവരൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതായത് അവർക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പെട്ടെന്ന് ഇൻകം ടാക്സ് പറഞ്ഞു, നിങ്ങളുടെ ഈ നോൺ പ്രോഫിറ്റ് സ്റ്റേറ്റസ് ഇനി മുതലില്ല. അത് റെട്രോസ്പെക്റ്റീവായിട്ട് എത്രയോ വർഷങ്ങളായി ഇനി അവർ ടാക്സ് അടയ്ക്കണം. നാളെ ആ ഓർഗനൈസേഷൻ എന്താകും? ഇലക്ട്രൽ ബോണ്ട് അവരും ചെയ്തിട്ടുണ്ടാണ്. അതെ, ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് അവർ കുറേ സ്റ്റോറി ചെയ്താണ് അതിനെക്കുറിച്ചിട്ട്. നിതിൻ സേത്തി ഹഫിംഗ്ടൺ പോസ്റ്റിൽ ചെയ്ത ഇൻവെസ്റ്റിഗേഷനാണ് ഇലക്ടോറൽ ബോണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. അത് നമ്മൾ കേൾക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ് നല്ല ജേർണലിസം. അത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമല്ല. നമ്മളൊരു സിനിമയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു നല്ല ഡിന്നറിന് പോകുന്ന ഒരു ചെരുപ്പ് വാങ്ങുന്ന പൈസയെ പൊതുവെ ഒരു വർഷത്തെ ഒരു സ്ഥാപനത്തിൻ്റെ സബ്സ്ക്രിപ്ഷന് ചിലവാകുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് ലൈൻ ആയാലും ന്യൂസ് മിനിറ്റ് ആയാലും ഒക്കെ അത്രേ. പക്ഷേ എന്നാൽ പോലും പല ആളുകളുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് വാർത്ത അത് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ്. അത് ഞാനൊരു വിമർശനത്തിൻ്റെ രൂപത്തിലല്ല പറയുന്നത്, ഒരു അപേക്ഷയുടെ രൂപത്തിലാണ് പറയുന്നത്. കാരണം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഭരണകൂടത്തെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, ജനാധിപത്യത്തിനെ നമുക്ക് ശരിയായ വഴിയിലൂടെ നടത്തണമെങ്കിൽ അത് ലിറ്ററലി ചിലവുള്ളൊരു കാര്യമാണ്. അത് ധന്യ പറഞ്ഞ പോലെ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിനെ കുറിച്ച് ഫ്രണ്ട് ലൈൻ 2 കവർ സ്റ്റോറി ഞങ്ങൾ ചെയ്യേണ്ടായി. എക്സ്ട്രീംലി കോസ്റ്റ്ലി കവർ സ്റ്റോറീസാണ്. നമ്മളൊരു ബുക്ക്ലെറ്റ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടായി. അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സർക്കിളുകളിലൊക്കെ പറയേണ്ട ഒരു കാര്യം, എത്ര പേർ
സീരിയസ് ആയിട്ടുള്ള ജേർണലിസത്തെ പണം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരു ആത്മപരിശോധനയും കൂടി നടത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ ചെയ്യാത്തവർ അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം എന്നും കൂടിയാണ് നമ്മുടെ ഒരു അപേക്ഷ. അത്രയും ചിലവ് കുറവാണ്. ഇനി ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം, ഞാൻ ലീനയിലേക്ക് വരികയാണെങ്കിൽ, ലീന ഇത് കഴിഞ്ഞിട്ട് സുപ്രീം കോർട്ട് ഒബ്സർവറിൻ്റെ എഡിറ്ററാവാനുണ്ടായത്. ലീഗൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ശൈശവദശ എന്ന് തന്നെ പറയാം ഉള്ളതാണ്. ഒന്ന്, അതിന് ലീഗൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന റിസോഴ്സസും റിപ്പോർട്ടേഴ്സും കുറവാണ്. രണ്ടാമത്തെ കാര്യം, ലീഗൽ പ്രശ്നങ്ങൾ ഒരുവിധം എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നിട്ടും പത്രങ്ങളുടെ, മുഖ്യധാര പത്രങ്ങളിൽ പോലും ഉള്ളിലെങ്ങോ കിടക്കുന്ന ചില സ്ഥലങ്ങൾ ഒതുക്കപ്പെട്ടു പോകുന്നൊരു സാധനമാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ സുപ്രീം കോർട്ട് ഒബ്സർവർ പോലുള്ളൊരു സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് ലീന വരുന്നത്? അത് ഇന്ത്യയിലെ ലീഗൽ റിപ്പോർട്ടിങ്ങിൻ്റെയൊക്കെ ഒരു രീതിശാസ്ത്രം എങ്ങനെയാണ് ഇപ്പോൾ, അതിൻ്റെ ഏറ്റവും ഇവോൾവിങ് ആയിട്ടുള്ള ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യം. ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ പോലും പലരും ലീഗൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അത് ഈസ് ഇറ്റ് എൻ അട്രാക്റ്റീവ് പ്രൊഫഷൻ? എനിക്ക് തോന്നുന്നു ലോ കോളേജുകളിൽ പഠിച്ച് എഴുത്തിനോട് അത്യാവശ്യം താല്പര്യമുള്ള കുട്ടികളൊക്കെ ലീഗൽ ജേർണലിസത്തിലേക്ക് വരുന്നുണ്ട്, വലിയ ലീഗൽ സ്കൂൾസ് എന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ ജുഡീഷ്യറി ഒരു പിവറ്റൽ പോയിന്റിലാണുള്ളത്. ഡെമോക്രസിയുടെ പല സ്ട്രക്ചേഴ്സും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു റൈറ്റ് വിങ് പവറിനോട് അതിൻ്റെ മുന്നിൽ അടിയറവ് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റൈറ്റ് വിങ് ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമല്ല, ഈ മോസ്റ്റ് ഓഫ് ദീസ് ജുഡീഷ്യറി ആയാലും പിന്നെ എക്സിക്യൂട്ടീവ് ആയാലും, ഇപ്പോൾ IAS ഓഫീസേഴ്സിനെ നിങ്ങളെടുത്തോട്ടെ, IPS ഓഫീസേഴ്സിന് ബഹുഭൂരിപക്ഷം വരുന്ന റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഉള്ളിൽ അപ്പർ കാസ്റ്റും അപ്പർ ക്ലാസ്സും ആയിട്ടുള്ള മെന്നിനെയാണ് അതിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുക. വളരെ റെയറായിട്ടാണ് ഇപ്പോഴും ഒരു ലോവർ കാസ്റ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ ലോവർ എക്കണോമിക്കൽ സ്റ്റാറ്റസ് എന്നുള്ളതോ ആൾക്കാർക്ക് ആ പൊസിഷൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയിലെ ടോപ്പ് പൊസിഷൻസ് എല്ലാം തന്നെ ഇരിക്കുന്നത് വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള കാസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ധന്യ പറയുന്ന പോലെ ഈ മണ്ടെയിൻ ലീഗൽ റിപ്പോർട്ടിംഗ് നടക്കും. എന്ന് വെച്ചാൽ കോടതി ഇന്ന് ജഡ്ജ്മെൻറ്റ് ഇന്ന് റിലീസ് ചെയ്തു, ആ ജഡ്ജ്മെൻറ്റിൽ കോടതിയുടെ ഫൈൻഡിങ് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ന്യൂസുകൾ സർവ്വസാധാരണമാണ്, എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പുറമേ അതിൻ്റെ പുറകിലോട്ട് ചെന്നിട്ട് നമ്മുടെ കോടതികൾ എന്തുകൊണ്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കോടതിയെ എന്ത് ശ്വാസം മുട്ടിക്കുന്നു, ഈ കോടതിയിൽ പുരോഗമനം എന്തുകൊണ്ട് വരുന്നില്ല, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് കോടതിക്കെതിരെ ജേർണലിസ്റ്റുകളെയോ ആരെ തന്നെയും കോടതിയെ വിമർശിക്കുന്നതിനെ പേടിപ്പിക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ലോസ് ആണ്. അതൊക്കെ ഒരു ഡെമോക്രസിയിൽ എന്നോ എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ട് കളയേണ്ടതാണ്. വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു പീരിയഡ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് എൻ്റർടൈൻ ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ പോലും ജുഡീഷ്യറി സെൽഫ് എക്സാമിൻ ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലെ നെപ്പോട്ടിസത്തിനെ നമുക്കെങ്ങനെ എടുത്തു കളയാം, ഇത് ഒരു പ്രിവിലേജ്ഡ് പ്ലേസ് ആക്കി അല്ലാതെ എങ്ങനെ മാറ്റാം, ഇവിടെ കണ്ടംപ്റ്റിൻ്റെ ആവശ്യമില്ല, അത് എടുത്തു കളയാം, പിന്നെ വിമർശനങ്ങൾ വരട്ടെ അതിനെ നേരിടാം, അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഒരു സുതാര്യമായ ഒരു എലവേഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ തിരഞ്ഞെടുക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിമാർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത് HR ഖന്നയുടെ നെഫ്യൂ ആണ്. ചീഫ് ജസ്റ്റിസ് ആവാതെ ഇന്ദിരാഗാന്ധിക്ക് അഗെയിൻസ്റ്റ് ഒരു ഡിസിഷൻ കൊടുത്തതിൻ്റെ പേരിൽ റിസൈൻ ചെയ്ത് പോകുന്ന ആദ്യമായിട്ടുള്ള വളരെ ധീരനായ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ നെഫ്യൂ ആണ് ഇന്നത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി അത് കഴിഞ്ഞ് 1-2 കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു വുമൺ ചീഫ് ജസ്റ്റിസിനെ കിട്ടും. അവരാരാണെന്ന് നോക്കിയാൽ അവരുടെ ഫാദറാണ് ആദ്യമായിട്ട് ഒരു വുമൺ സുപ്രീം കോടതി ജസ്റ്റിസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ സുപ്രീം കോടതിയിലേക്ക് എലവേറ്റ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ നാടകത്തിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ പോലും ഒരു ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ഈ ജസ്റ്റിസ് നാഗരത്നയുടെ ഫാദർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അപ്പം നമുക്ക് കാണുന്നത് എന്താ വെച്ചാൽ അതിന് മുമ്പേയുള്ള ചന്ദ്രചൂഡ് നമ്മുടെ കാലഘട്ടത്തിലെ ലോങ്ങസ്റ്റ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്നയാൾ, അയാളുടെ ഫാദർക്കായിരുന്നു അതിന് മുമ്പുള്ള ലോങ്ങസ്റ്റ് ആക്ടിങ് ചീഫ് ജസ്റ്റിസിൻ്റെ റെക്കോർഡ്. ഇതെന്താ നിങ്ങളോട് പറയുന്നത്?
ഇത് പറയുന്നത് സുപ്രീം കോടതി ജസ്റ്റിസ് എന്നുള്ള സ്ഥാനം ഒരു ഇച്ചിരി കുടുംബങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ഇതിലേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ബ്രാഹ്മണിക്കലല്ലാത്ത ആ കുടുംബങ്ങളിൽ പെടാത്തത്, പാരമ്പര്യമായ ആ കുടുംബങ്ങളിൽ പെടാത്തത്, പലരുടെയും ഫാമിലി ഹോംസൊക്കെ രാജകൊട്ടാരങ്ങളൊക്കെയാണ്. കാരണം ജനറേഷൻസ് മുമ്പേ സർ പദവിയൊക്കെ കൊടുത്ത് പ്രസിഡൻഷ്യൽ കോർട്ടിലൊക്കെ സ്ഥാനം കിട്ടിയ കുറേ പേരുടെ മക്കളുടെ മക്കളൊക്കെയാണ് ഇന്ന് പലയിടത്തും ജസ്റ്റിസുമാരായിരിക്കുന്നത്. പക്ഷെ ഇത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു ധൈര്യം നമ്മുടെ ഒരു മാധ്യമങ്ങൾക്കും ഇല്ല. കാരണം അതിൻ്റെ പിന്നിലെ ഇൻവെസ്റ്റിഗേഷന് പോയാൽ പറയേണ്ട കഥകൾ പറയേണ്ട രീതിയിൽ പറയാതിരിക്കേണ്ടി വരുന്നു പലപ്പോഴും. ഞാൻ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊന്നും എനിക്കതിനെ വിളിക്കാൻ പറ്റില്ല. ഒരു ലോങ് ഫോം പീസാണ്. കോടതിയുടെ എങ്ങനെയാണ് കോടതി ജഡ്ജിമാർ പെരുമാറുന്നത്, അവരുടെ കരിയറിൽ ത്രൂ ഔട്ട് അവരുടെ ജഡ്ജ്മെൻറ്റ്സ് വെച്ചിട്ടൊക്കെ നോക്കുന്ന ഒരു പ്രൊഫൈലാണ്. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുവാണ്. ഇത് പറ്റില്ല, പൊളിറ്റീഷ്യന് ഇതൊക്കെ ശീലമായിരിക്കും, ജഡ്ജിമാർക്ക് ഇത് ശീലമല്ല, അവർക്ക് അതിനുള്ള തൊലിക്കട്ടിയില്ല. എന്നാലും ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കാരവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാരവാൻ അതിൻ്റെ ഒരു എന്താ പറയുക ലെഗസി തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പ്രൊഫൈൽസ്, കെഹാർ സിംഗ് തൊട്ട് ഇങ്ങോട്ട്, പിന്നെ ജഡ്ജ് ലോയയുടെ മരണവും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിനെ ബന്ധപ്പെട്ട സ്റ്റോറികളും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കോടതിയെ അങ്ങനെ സമീപിച്ചിട്ടുള്ളൊരു പ്രസിദ്ധീകരണത്തിൽ വന്നതുകൊണ്ട് ഇതിലും വലുത് ഞാൻ എഡിറ്റോറിയൽ പ്രോസസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനെ ഒരു ഭയം വരുന്നില്ല. പക്ഷെ ചുറ്റും നിൽക്കുന്ന ആർക്കും ഇത് വേണോ, ഇത് അങ്ങനെയാണോ, ഒന്നാമത് പ്രിവിലേജ്ഡായ ആൾക്കാരാണ് ഇവിടെ ഈ ജേർണലിസ്റ്റ് റൂമിൽ ഇരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലെ എന്താ പറയണ്ടേ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാർ ജേർണലിസം ഹൗസുകളിലും കാണാൻ വളരെ റയറിറ്റിയാണ്. അപ്പം എന്താ പറയുക സ്റ്റോറികൾ അതുകൊണ്ട് തന്നെ പലതും നമ്മൾ വിചാരിച്ച രീതിയിൽ ചെയ്യപ്പെടുന്നില്ല. സുപ്രീം കോടതിയുടെ അഴിമതിയല്ല, അത് കൈൻഡ് ഓഫ് നെപ്പോട്ടിസം ആൻഡ് അതർ തിങ്സ് ദാറ്റ് വർക്ക്സ് ദേ. അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ്സ്, ഇപ്പം നമ്മൾ ചില പേരുകൾ പറഞ്ഞ് നമ്മൾ ചിരിക്കുക, അത്രയേ നമുക്ക് പറ്റുന്നുള്ളൂ. ഇത് ഈ കോടതിയുടെ മുന്നിലാണ് എന്നും പറഞ്ഞ് നമ്മൾ ചിരിക്കുന്നു, അതിൽ കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല. അത് തന്നെ ചിലപ്പോൾ ഉത്തരമായിട്ട് വരുന്നു. അതേ സമയത്ത് ഹൈക്കോർട്ടിലേക്കുള്ള ഒക്കെ റാമ്പൻറ്റ് കറപ്ഷൻ, ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് ക്യാഷ് പിടിക്കുന്നു, ക്യാഷ് കത്തുന്നു, അത് എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യമായിട്ട് സുപ്രീം കോടതി സ്വന്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. കോടതി അങ്ങനെ പിന്നെ ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ കോടതിയായിട്ടൊരു എക്സ്പ്ലനേഷൻ പബ്ലിക്കിന് കൊടുക്കുക എന്നൊക്കെയുള്ള ഇതൊക്കെ പക്ഷേ വളരെ ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകളാണ് ഡെമോക്രസിയിൽ. പലപ്പോഴും ഈ നമ്മുടെ ഇന്ത്യയുടെ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രോസസ്സുകളെല്ലാം ഇങ്ങനെ കെട്ടിക്കടന്ന് നാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര കാസ്റ്റിസ്റ്റ് ഒരു അപ്പർ ക്ലാസ് ഒരു കൂട്ടായ്മയാണ് ഇന്ത്യയുടെ പവർ സ്ട്രക്ചേഴ്സ് ഒക്കെ തന്നെയും കൺട്രോൾ ചെയ്യുന്നത്. അത് എന്താ പറയണ്ടേ റിസർവേഷൻ അല്ലാതെ ഞാൻ അങ്ങേയറ്റം ബിലീവ് ചെയ്യുന്നതാണ്. അത് കൊണ്ടുവന്നല്ലാതെ അതിനൊരു പോം വഴിയില്ല. അതല്ലാതെ അതിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്തിട്ട് ഒരു പുതിയ ചിന്ത വരാനുള്ളൊരു സാധ്യതയും കാണുന്നില്ല. ഇൻട്രസ്റ്റിംഗ്. കുറച്ച് കാലം മുമ്പ് എൻ്റെ വല്യപ്പൻ, അപ്പൻ്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു, നീ ഫേസ്ബുക്കിലുണ്ടോ? ഞാൻ ഫേസ്ബുക്കിലില്ല. നീ പത്രക്കാരനല്ലേ, ഇവനെന്താ ഫേസ്ബുക്കിലില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് കിട്ടിയില്ല. യൂട്യൂബ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബും ഇല്ല എന്ന് പറഞ്ഞു. യൂട്യൂബില്ലേ? യൂട്യൂബില്ല. ജേർണലിസ്റ്റായിട്ട് യൂട്യൂബില്ല, ഫേസ്ബുക്കും ഇല്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു യുക്തി മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, എൻ്റെ വല്യപ്പൻ മാത്രവുമല്ല ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയെ മീഡിയ ആയി ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നുണ്ട് വളരെയധികം. പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുമ്പോൾ പറയും, നിങ്ങൾ ഇതൊക്കെ പത്രക്കാർ ചെയ്യുമോ ഈ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പല കോട്ട് ആൻഡ് കോട്ട് വാർത്തകളും വരുന്നത് ഫേസ്ബുക്കുകളിലും വാട്സാപ്പ് ഫോർവേഡുകളായിട്ടും യൂട്യൂബ് വ്ളോഗിംഗ് ആയിട്ടൊക്കെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയെ മീഡിയയായി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെയും മാധ്യമങ്ങളെ നിശിതമായി, പ്രത്യേകിച്ചും ലെഗസി മാധ്യമങ്ങളെയും ധന്യയുടേതുപോലുള്ള നവമാധ്യമങ്ങളെയും ഒക്കെ തന്നെ നിശിതമായി വിമർശിക്കുകയും മാപ്ര എന്നാണ് കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ വിളിക്കാറ്, മാപ്രാന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ധന്യയോടും ഷാഹിനോടും ആദ്യം, ധന്യയിലേക്ക് ഞാൻ വരാം, ഇതേ ചോദ്യം തന്നെ. അപ്പോൾ ഇതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഒരു ടെൻഡൻസിയെ? ഒന്നാമത് മാധ്യമങ്ങളെ
സോഷ്യൽ മാധ്യമമായിട്ട് കാണാനുള്ള സാമൂഹിക മാധ്യമം ഒരു ടെൻഡൻസി. 2, മാധ്യമങ്ങൾ ഈ ഓരോ ദിവസവും കേരളത്തിൽ ഏറ്റവും അധികം വിചാരണ ചെയ്യപ്പെടുന്ന, ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്, സർവീസോ പ്രോഡക്റ്റോ ആണ് മാധ്യമപ്രവർത്തനം. ഇതിനെങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങൾ ഈ പറഞ്ഞ പോലെ നിരന്തരമായ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരു പിന്നെ എന്താ പറയുക, അത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളും, കേരളത്തിലെ ആളുകൾ വളരെയധികം മാധ്യമ എന്താ പറയുക കൺസംഷനുള്ള, ഉപഭോഗമുള്ള, മാധ്യമ ഉപഭോഗം വളരെ വളരെ കൂടുതലായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ടെലിവിഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറുവാണെങ്കിൽ, നമ്മൾ ഓട്ടോ കുറച്ച് നേരം എവിടെയെങ്കിലും വെയിറ്റ് ചെയ്താൽ ആ ഓട്ടോ ഡ്രൈവർ ഒരു ന്യൂസ് ചാനൽ കാണുന്നതാണ് നമ്മൾ കാണുക പലപ്പോഴും. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം അദ്ദേഹം ന്യൂസ് ചാനൽ കാണുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഇത് എല്ലായിടത്തും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകും. വളരെ അധികം ഒരു കൺസംഷൻ ഉണ്ട് കേരളത്തിൽ. അതോടൊപ്പം നമ്മൾ കാണുന്ന ഒരു പ്രവണത, മാധ്യമ വിമർശനം നടത്തുന്നവർ പറയുന്ന ഒരു സംഗതി, ഈ മാധ്യമങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധ്യമങ്ങൾക്കൊരു പ്രോസസ്സുണ്ട്, ഒരു എഡിറ്ററുണ്ട്, ഒരു എഡിറ്റോറിയൽ പ്രോസസ്സുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അതില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ എഡിറ്ററും പ്രോസസ്സും ഒക്കെ ഉള്ള മാധ്യമങ്ങൾ എന്നിവിടെ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെയുള്ള ടെലിവിഷൻ ചാനലുകളുടെയും ഒക്കെ തന്നെ, പല ടെലിവിഷൻ ചാനലുകളുടെയും ഉള്ളടക്കം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു ഉത്തരവാദിത്തമില്ലാതെ വായ തോന്നിയ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും തമ്മിൽ, ഈ പറയുന്ന സോക്കോൾഡ് മാധ്യമങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു ചോദ്യം ആളുകളുടെ മനസ്സിലുണ്ട്. അത് പ്രസക്തമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലൊരു എത്ര വാർത്താ ചാനൽ കാണും? കേരളത്തിലൊരു 10, കുറഞ്ഞത് 10 വാർത്താ ചാനലുകളുണ്ട്. ഇന്ത്യയൊട്ടാകെ 850 വാർത്താ ചാനലുകളുണ്ട്. ഇന്ത്യയൊട്ടാകെ രജിസ്റ്റേർഡായ കണക്ക് വെച്ച് തന്നെ 3 ലക്ഷത്തിലധികം പത്രങ്ങളുണ്ട്. 3 ലക്ഷത്തിലധികം, ഏതാണ്ട് ഒരു 10-40,000 മാഗസിനുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 850 വാർത്താ ചാനലുകളിൽ നിന്നൊരു 400 എണ്ണം പൂട്ടിപ്പോയാലും പിന്നെയും കിടക്കുന്നുണ്ട് ഒരു 400 എണ്ണം. കേരളത്തിലെ 10 വാർത്താ ചാനലുകളിൽ നിന്നും ഒരു 5 എണ്ണം പൂട്ടിപ്പോയാലും പിന്നെയും ബാക്കി 5 എണ്ണം ഉണ്ട്. അതുപോലെ ഇപ്പോൾ പത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ 3 ലക്ഷം പത്രങ്ങളിൽ നിന്നും ഒരു 2 ലക്ഷം പത്രങ്ങൾ പൂട്ടിപ്പോയാലും ബാക്കി നമുക്ക് 1 ലക്ഷം പത്രങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ പൂട്ടിപ്പോയാൽ ഒരൊറ്റ കമ്പനി പൂട്ടിയാൽ മതി. മെറ്റ എന്ന് പറയുന്ന കമ്പനി പൂട്ടിയാൽ തീർന്നു. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കും, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പും, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമും മെറ്റയുടേതാണ്. ഒരു ദിവസം കമ്പനി പൂട്ടി താക്കോല് കടലിലിട്ടിട്ട് വീട്ടിൽ പോകാൻ മെറ്റയുടെ മുതലാളി തീരുമാനിക്കുന്നിടത്ത് കഴിയുന്നു നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിപ്ലവ പ്രവർത്തനം. ഏറ്റവും വലിയ സമഗ്ര സമ്പൂർണ്ണ ആധിപത്യം വെച്ചാൽ മൊണോപ്പൊളി, ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആധിപത്യം നിലനിൽക്കുന്നത് സാമൂഹ്യ മാധ്യമ രംഗത്താണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ട്, അതിൽ നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, നമുക്കതിലൂടെ എന്തും പറയാം. അത് നമ്മുടെയല്ല, അതൊന്നും നമ്മുടെയല്ല, അത് മെറ്റയുടേതാണ്. മെറ്റ കനിഞ്ഞ് തരുന്ന ഔദാര്യമാണ് ആ സ്പേസ്. അത് മെറ്റയ്ക്ക് തോന്നുമ്പോൾ മാറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്നലെ വരെ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരുന്നിരുന്ന സുഹൃത്തുക്കളെയല്ല നിങ്ങൾ ഇന്ന് കാണുന്നത്. നമുക്കൊരു പരിചയമില്ലാത്ത പേജുകൾ കയറി വരുന്നു. നിങ്ങൾ ചില വാക്കുകൾ ഫേസ്ബുക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും റീച്ച് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതുന്നത് ഒരാളും കാണില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ഈ അൽഗോരിതം ഒക്കെ ഉപയോഗിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഈ ഒരു മാധ്യമങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അമേരിക്കയിൽ പിന്നെ സുക്കർബർഗിനെതിരെ വലിയൊരു കേസ് നടക്കുന്നുണ്ട്. കൊളംബിയ കോടതിയിലാണ് ആ കേസ് നടക്കുന്നത്. അതായത് അവിടുത്തെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ FTC, ഇന്ത്യയിലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പോലത്തെ ഒരു സ്ഥാപനമാണ്. CCI പോലത്തെ ഒരു സ്ഥാപനമാണ്. അനാരോഗ്യകരമായ മത്സരം, മാർക്കറ്റിലെ അനാരോഗ്യകരമായ മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള അമേരിക്കയിലെ സംവിധാനമാണ് FTCയുടെ ഒരു കേസാണ് നടക്കുന്നത്. FTC മെറ്റയ്ക്കെതിരെ കൊടുത്ത, സുക്കർബർഗിനെതിരെ കൊടുത്ത കേസാണ്. ആ കേസ് എന്താണ്? 2012 ഈ മെറ്റ ഇൻസ്റ്റഗ്രാമും 2014 അവർ വാട്സാപ്പും വാങ്ങി.
അതായത് മെറ്റയുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ, ഒരു കോമ്പറ്റേറ്റീവ് കമ്പനി വേറെ ഉണ്ടായി വരുമ്പോൾ അവരോട് മത്സരിച്ച് ഉപഭോക്താക്കൾക്ക് കൂടുതൽ നല്ല ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് മത്സരിക്കുക എന്നുള്ളതല്ല മെറ്റയുടെ രീതി. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, റിപ്പോർട്ടർ ടി വിയിൽ ഒരു പുതിയ പ്രോഗ്രാം വരുമ്പോൾ അതിനോട് മത്സരിച്ച് ഏഷ്യാനെറ്റ് വേറൊരു പ്രോഗ്രാം കൊണ്ടുവരും. 24-ലെ ശ്രീകണ്ഠൻ നായർ രാവിലെ ചായക്കപ്പം കൊണ്ടുവരുമ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാർ രാവിലെ കുതിരപ്പുറത്ത് കയറിപ്പോവും. പക്ഷേ റിപ്പോർട്ടർ ടി വിയുടെ മുതലാളി 24 വാങ്ങാനല്ല ശ്രമിക്കുന്നത്, പക്ഷെ മറിച്ച് മത്സരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ മത്സരം എത്രത്തോളം നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിലവാരം പുലർത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. പക്ഷേ മെറ്റ ചെയ്തത് എന്താണ്? മെറ്റ ചെയ്യുന്നത് അമേരിക്കയിലെ ഏതാണ്ട് 100ഓളം ചെറുതും വലുതുമായ 100ഓളം സോഷ്യൽ മീഡിയ കമ്പനികൾ അവർ വാങ്ങി. അതിലേറ്റവും പ്രധാനമായിരുന്നു ഇൻസ്റ്റയും വാട്സാപ്പും. ഇതവർ വാങ്ങി കയ്യിൽ വെച്ചു. ഇപ്പോൾ ആബ്സല്യൂട്ട് മൊണപ്പൊളിയാണ്. നാളെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ കുറച്ച് പേർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരായിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾ എവിടെ പരസ്യം ചെയ്യും? പരസ്യം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം മറ്റയുടെ കയ്യിലാണ്. ഇപ്പം യൂട്യൂബിൽ പരസ്യം ചെയ്യാം, അത് വേറെ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ നിങ്ങളൊരു കോമ്പറ്റീറ്ററാണ് എന്ന് മെറ്റയ്ക്ക് മനസ്സിലാകുന്ന ആ മൊമെൻറ്റിൽ മെറ്റ നിങ്ങളെ പൂട്ടിക്കും, അല്ലെങ്കിൽ അവരത് വാങ്ങും. അത്രയും ഭയാനകമായ മൊണോപ്പൊളിയാണ് സാമൂഹ്യ മാധ്യമ രംഗത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, ലോകത്ത് നടന്നിട്ടുള്ള, ഇന്ത്യയിലടക്കം നടന്നിട്ടുള്ള പല കലാപങ്ങൾക്കും പുറകിൽ, ആ പല കലാപങ്ങളിലേക്കും ആളുകളെ തള്ളിവിടുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. 2017 മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന കലാപത്തിൽ ഫേസ്ബുക്ക് നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഫാക്ട് ഫൈൻഡിങ് മിഷൻ കണ്ടെത്തിയതാണ്. അവർ നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തുകയും ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മെറ്റയ്ക്ക് അത് ഔദ്യോഗികമായി തന്നെ സമ്മതിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, 2020 അടുത്ത തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ എല്ലാ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും സാമൂഹ്യ മാധ്യമങ്ങൾ, മെറ്റയുടെ ഫേസ്ബുക്കും ഒക്കെ തന്നെ, ഇൻസ്റ്റയും ഒക്കെ തന്നെ വലിയ പങ്ക് വഹിക്കുന്നു. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലെ ഒരു ബൂത്തിന് ഒരു ബൂത്തിന് 3 വാട്സപ്പ് ഗ്രൂപ്പ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ എത്ര ബൂത്ത് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? 2019 തെരഞ്ഞെടുപ്പിൽ 9,25,000 ബൂത്ത് ഉണ്ടായിരുന്നു. 9,25,000 ബൂത്തിൽ ഓരോ ബൂത്തിനും 3 വാട്സപ്പ് ഗ്രൂപ്പ് വെച്ച് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ ജാതി തിരിച്ചും പിന്നെ ക്ലാസ് തിരിച്ചും വർഗം തിരിച്ചും, അതായത് മധ്യവർഗക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് ഇതുപോലെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇലക്ട്രിസിറ്റി ബില്ല് എടുത്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി എടുത്തിട്ട് ഓരോ കുടുംബങ്ങളും എത്ര ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ വരുമാനം കണ്ടെത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജാതി തിരിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മുഴുവൻ പ്രചരിച്ചത് വെറും വെറുപ്പാണ് എന്ന കാര്യം നമുക്കറിയാം. നഗ്നമായ വെറുപ്പാണ് ഈ ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചതെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ വാട്സപ്പ് എടുത്ത് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ 5 പേർക്കേ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 5 കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് വാട്സപ്പ് മുഖേന, വാട്സപ്പിൽ നിന്നും ആളുകൾ തെറ്റായ വിവരങ്ങളും വളരെ വൈകാരികമായ സംഗതികളൊക്കെ പ്രചരിച്ചത് മൂലം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളും അക്രമ സംഭവങ്ങളും കണക്കിലെടുത്ത് മെറ്റ കൊണ്ടുവന്ന മാറ്റമാണ്. ഏറ്റവും ഒടുവിൽ സ്പെസിഫിക് ആയിട്ട് 2018 ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ ആയിട്ട് സമാന സ്വഭാവമുള്ള അക്രമങ്ങൾ നടന്നു. അതായത് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഗ്രാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യാണ് വാട്സപ്പിലൂടെ. എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ, ആരെങ്കിലും നടന്നു പോകുന്നൊരു വീഡിയോ എന്തെങ്കിലും അങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇത് വായിക്കുന്ന ആളുകൾ, ഈ മെസ്സേജ് കിട്ടുന്ന ആളുകൾ പരിഭ്രാന്തരായി 3 സംഭവങ്ങൾ. ചെന്നൈയിലൊരു സംഭവം ഉണ്ടായി, മഹാരാഷ്ട്രയിലെ ധൂൽ എന്ന് പറയുന്ന ഗ്രാമത്തിലൊരു സംഭവം ഉണ്ടായി, വേറൊരു സ്ഥലത്തും കർണാടകയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് നാടോടികളായിട്ടുള്ള മനുഷ്യരെ സംഘം ചേർന്ന് തല്ലിക്കൊല്ലുക. മഹാരാഷ്ട്രയിൽ ധൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാടോടി സംഘത്തിലെ 5 പേരെ നാട്ടുകാർ തല്ലിക്കൊന്നു.
ഈ വാട്സപ്പ് മെസ്സേജ് പ്രചരിച്ചതിൽ നിന്നുണ്ടായതാണത്. അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘം. ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെ കൂടി വിമർശനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും സാമൂഹ്യ മാധ്യമങ്ങൾ എന്താണ് ശരിക്കും നമ്മുടെ തലച്ചോറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്വയം കുറച്ചുകൂടി ആത്മവിമർശനപരമായി നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിനോടുള്ളൊരു പ്രതികരണമായിട്ട് പറയാനുള്ളത്. ഒരു പക്ഷേ ധന്യയ്ക്കും ലീനയ്ക്കും അതിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു എന്ന് നമ്മളെല്ലാവരും പറയുമല്ലോ, എൻ്റെ ഫേസ്ബുക്കിൽ കണ്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ എന്ന്. ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമാവുകയാണ്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും വായിക്കുന്ന വാർത്ത അമേരിക്കയിൽ ഒരുപാട് വിസ റിവോക്കൽ നടന്നുകൊണ്ടിരിക്കുക. അതായത് അമേരിക്കയിൽ പഠിക്കാൻ പോയതും അല്ലെങ്കിൽ ഈവൻ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് അവർ തിരിച്ചയക്കുകയാണ്. നമ്മൾക്കൊക്കെ ഓഫീസിൽ ഒരുപാട് കോളുകളാണ് വരുന്നത്. അതായത് വിസ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ട് അത് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാണ് US എംബസി. എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ വിസ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ആക്സസ് ആരാണ് കൊടുക്കുന്നത് മറ്റൊരു ചോദ്യം. അതിൽ നമ്മളിപ്പോൾ പാലസ്റ്റൈനെ സപ്പോർട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റസ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചൊരു സ്റ്റേറ്റസ് ഇട്ടുണ്ടെങ്കിൽ എത്രയോ പേരുടെ വിസയാണ് ഇപ്പോൾ ക്യാൻസലായിപ്പെട്ടിരിക്കുന്നത്, എത്രയോ ആൾക്കാരുടെ വിസ അപ്പോയിൻമെൻറ്റ്സ് ആണ് ക്യാൻസലായിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ധൈര്യമായി പറയുന്ന കാര്യങ്ങൾ ഒരു കച്ചവട കമ്പനി അത് ട്രംപിനെ പോലുള്ള ആൾക്കാർ കൊടുക്കുകയാണ്. നമുക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് പോലും ഒരു സ്റ്റോറി ഉണ്ട്, എനിക്കൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ, ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഇപ്പോൾ US അഡ്മിനിസ്ട്രേഷനെ കേസ് കൊടുത്തിരിക്കുകയാണ് അയാളുടെ വിസ റിവോക്ക് ചെയ്തതിനായിട്ട്. പല കാരണങ്ങൾക്കായി വിസ റിവോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് എത്രത്തോളം നമ്മൾ ട്രംപിനെ ക്രിട്ടിസൈസ് ആയി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഞങ്ങളുടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, സൗത്ത് സെൻട്രൽ എന്ന് പറഞ്ഞ്. നാളെ വരും ആ പോഡ്കാസ്റ്റ്, ഫ്രൈഡേ ഓൺ ന്യൂസ് മിനിറ്റ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്ത പോഡ്കാസ്റ്റ് അമേരിക്കയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തു ആരെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ അടുത്തായിട്ട്, അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പോഡ്കാസ്റ്റ് കുറച്ച് ദിവസം ഓഫ്ലൈൻ ആക്കി വെക്കാം. പക്ഷെ അവർ തീർച്ചയായിട്ടും പോയി നോക്കും നമ്മൾ എന്താണ് ട്രംപിനെ കുറിച്ച് പറഞ്ഞതെന്ന്. ഈ രണ്ടാമത്തെ കാര്യം, മാപ്ര എന്ന വാക്കിനെ കുറിച്ച് ജിനോയ് പറഞ്ഞല്ലോ, എനിക്ക് അതിനോട് വലിയ പ്രശ്നമുണ്ട്. അത് തമാശയായി കാണുന്നതിനോടും എനിക്ക് വലിയ പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ ലോകത്ത് ഫുള്ളായിട്ട് ദർ ഇസ് എ മൂവ്മെൻറ്റ് ടു ഡിസ്ക്രെഡിറ്റ് മീഡിയ. അതിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയാലും നരേന്ദ്രമോദി ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ലീഡേഴ്സ് ആയാലും മീഡിയയെ ഒന്നടക്കം ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റായി നിങ്ങൾക്ക് 2 ചാനലുകൾ ഇഷ്ടമല്ലായിരിക്കാം, ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ 4 ചാനൽ ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു ലോകത്തിൻ്റെ പ്രവണതയിൽ ചേരുകയാണ്. അതായത് മീഡിയയെ ഒന്നടക്കം ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, എല്ലാവരും അങ്ങോട്ട് മാപ്രാന്ന് വിളിക്കുക. അപ്പോൾ സത്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെയും അല്ലാത്തവനെയൊക്കെ ഒരുമിച്ച്, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനെ ആയിരിക്കുമല്ലോ BJPക്ക് ഇഷ്ടമുണ്ടാവുക, ആൻഡ് വൈസ് വേഴ്സ. ഞാൻ പറയുകയാണ്, അപ്പം നമ്മൾ ഈ ഒരു ടെൻഡൻസി, അതായത് പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുക അല്ലെങ്കിൽ മാപ്ര എന്ന് വിളിക്കുക. കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറുകളുടെ കണക്ക് പറഞ്ഞു, ഏത് വർഷം ഇന്ത്യൻ ന്യൂസ് പേപ്പർ അസോസിയേഷൻ്റെ കണക്കെടുത്താലും ഏറ്റവും കൂടുതൽ പത്രം വായിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പത്രങ്ങൾ മരിച്ചൊടുങ്ങുമ്പോൾ കേരളത്തിൽ അങ്ങനെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. റീഡർഷിപ്പ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 2-3 കൊല്ലം വരെയ്ക്ക് കേരളം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മീഡിയ ലിറ്ററസിയാണ്. ശരിയാണ്, നമുക്ക് പല ചാനലുകളുടെ കവറേജുകളോടും പ്രശ്നമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ പ്രശ്നമുണ്ടായിരിക്കാം. പക്ഷെ വി ഷുഡ് നോട്ട് ബിക്കം എ പാർട്ട് ഓഫ് ദ ട്രെൻഡ്. ഈ ലോകമെമ്പാടും മീഡിയ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ട്രെൻഡിനെ നമ്മൾ അതിൻ്റെ കൂടെ പോകാൻ പാടില്ല. നമ്മൾ മാപ്ര എന്ന് വിളിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ എന്താ പറയുക കളിയാക്കുമ്പോൾ നമ്മൾ ആ ട്രെൻഡിൻ്റെ കൂടെ പോവുകയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും നിർത്തണം. ഇനി സോഷ്യൽ മീഡിയയുടെ ത്രെറ്റ് എനിക്കൊന്ന് ലാക്ക് ഓഫ് മീഡിയ ലിറ്ററസിയാണ്. ഞാൻ ഈയിടെയായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിലിരിക്കുമ്പോൾ ആരോട് ചോദിച്ചു, യു ആർ എ യൂട്യൂബർ റൈറ്റ്? അപ്പോൾ എനിക്ക് ആദ്യം അതൊരു ഇൻസൾട്ടാണോ അതൊരു കോംപ്ലിമെൻ്റ് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ 21 കൊല്ലമായി ജേർണലിസ്റ്റായിട്ട്. ഞാൻ TV-യിൽ വർക്ക് ചെയ്തു, ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്തു, ഡിജിറ്റൽ സ്ഥാപനം നടത്തി. പക്ഷെ ആരും എന്നോട് ചോദിച്ചു യു ആർ എ യൂട്യൂബർ റൈറ്റ്? അതായത് ഞാൻ ഈ സൗത്ത് സെൻട്രൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-20 എപ്പിസോഡ് ആയതുകൊണ്ട് എന്നെ യൂട്യൂബിൽ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ യങ് ആയിട്ടുള്ള കോളീഗ്സൊക്കെ പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, അതൊരു കോംപ്ലിമെൻ്റ് ആണ്, അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ ആൾക്കാർ കണ്ടല്ലോ എന്ന്. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. മാധ്യമപ്രവർത്തനം എന്താണ്, ഒരു യൂട്യൂബർ എന്താണ്, കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്താണ് എന്നൊരു വ്യത്യാസം ആൾക്കാർക്ക് ഇല്ലാതായി. ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ ജോലി ആദ്യം ചേരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ പല കോളേജുകളിൽ ലെക്ചറിനൊക്കെ പോയി ചോദിക്കും, നിങ്ങൾ എത്ര പേര് പത്രം വായിക്കാറുണ്ട്? നിങ്ങൾ ആക്ച്വലി 20 ഇയേഴ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 25 ഇയേഴ്സ് താഴെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം, അവർ ആക്ച്വലി ഒരു പത്രം
എടുത്ത് വായിക്കാറുണ്ടോ എന്ന്. മിക്കവാറും ആരും പത്രം വായിക്കാറില്ല. അവർക്ക് പത്രത്തിലുള്ള വാർത്തകൾ അറിയുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കൂടിയാണ്. അപ്പോൾ അവർക്ക് അവിടെ ഡിഫറൻസിയേഷൻ ഇല്ല. അവർക്ക് മനോരമയിൽ കിട്ടുന്ന വാർത്ത ഒരേതാണ്, വല്ല ബോളിവുഡ് 1, 2, 3 എന്ന് പറയുന്നത് പോസ്റ്റ് ചെയ്ത വാർത്തയും അവർക്ക് ഒരേ തന്നെയാണ്. അപ്പോൾ ആ ഒരു മീഡിയ ലിറ്ററസി നമുക്ക് ആദ്യം വളർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ഥാപനങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമാകും. ഇതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കുറേയോളം കുറ്റം നമ്മൾ പറയുമ്പോൾ മാധ്യമ മുതലാളിമാരെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കുറ്റം പറയുന്നതോടുകൂടി ഇതിൽ എന്താ പറയണ്ടത്, ശരിക്കും ഒരു 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 വലിയൊരു ശതമാനം കുറ്റം അത് റീഡ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ കയ്യിലുണ്ട്. അതായത് പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് കൺസ്യൂം ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള എല്ലാവരുടെ കയ്യിലും അതിലൊരു കുറ്റമുണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫാദർ 24 മണിക്കൂറും TV ഓൺ ചെയ്ത് അതിൽ ന്യൂസ് ചാനൽ ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് അതിന് മുമ്പിൽ ഇരിക്കുവാണ്. അപ്പം ഞാൻ തന്നെ ഈ തന്നെ പറയുന്നത് പോലെ ന്യൂസും TV ന്യൂസും കാണാത്ത കൊല്ലങ്ങളായി. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, ഇതിൽ നിന്ന് എന്താണ് അച്ഛൻ എന്താ ഇതിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നത്? പക്ഷേ ഒട്ടുമിക്ക വീടുകളിലും പുരുഷന്മാരുടെ ഒരു എന്താ പറയുക, ഡെയിലി റുട്ടീനാണ്. ഒരു ന്യൂസ് ചാനലിൽ നിന്ന് ഒരു ന്യൂസ് ചാനൽ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് ന്യൂസ് എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാവാതെ ഈ സ്റ്റുഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു 24 hours ടെലികാസ്റ്റിന് വേണ്ടി അത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ ന്യൂസ് ആണെന്ന് മനസ്സിലാക്കുക. പണ്ടൊക്കെ, ഇപ്പോഴും തന്നെ പറയുന്നത് പ്രൈം ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ന്യൂസ് പ്രോഗ്രാംസ് കേരളത്തിലെ ന്യൂസ് ചാനൽസ് എങ്കിലും റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പ്രൈം ടൈമിലെങ്കിലും കാണിച്ചു കൂട്ടുന്ന ഗോഷ്ഠികൾ പലപ്പോഴും, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാളെ എല്ലാ സദസ്സിലും വിളിച്ചിരുത്തി അവൻ്റെ വായി തോന്നുന്നതൊക്കെ പ്രൈം ടൈമിൽ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്ന മലയാളികളുടെ ഒരു ന്യൂസ് ആണെന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന വിനോദമില്ലേ, അതിനേക്കാളും നല്ലത് മറ്റേ ആ സീരിയലുകൾ കാണുന്നത്, അമ്മയമ്മ തല്ലു ഒക്കെ നടക്കുന്ന സീരിയലുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ഒരു വിവരമില്ലായ്മ ഇങ്ങനെ വിളിച്ചു പറയുന്ന മനുഷ്യനെ ന്യൂസ് സ്റ്റുഡിയോയിൽ ഇനിയിപ്പം എനിക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും കേസ് കൊടുക്കും എന്തായാലും. എന്ന് പറഞ്ഞാൽ ഇത് മലയാളത്തിലെ ചാനലുകൾക്ക് മാത്രമല്ല, ഈ പ്രൈം ടൈം ന്യൂസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന എല്ലാ ചാനലുകളിലും ഒരു കോമഡി ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ന്യൂസ് ഇതാണ് എന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. പ്രോസസ്സുകൾ ഇപ്പം തന്നെയും ഷൈനിയും പറഞ്ഞതിൽ ജിനോസ് പറഞ്ഞതിലും ഒക്കെയുള്ള കാര്യം, പ്രോസസ്സുകളുണ്ട്. ന്യൂസ് ഒരു എഡിറ്റോറിയൽ പ്രോസസ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ഇപ്പം മീ ടു ഇൻവെസ്റ്റിഗേഷൻസും തുറന്നു പറച്ചിലുകളും വന്നപ്പം അവർക്ക് എന്താ പറയാനുള്ളത്, അവരുടെ കേസിന് റോങ് ആയിട്ട് അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഫക്റ്റീവോ ഇല്ലയോ ഒന്നുമില്ല. അവർക്ക് എന്തോ ഒരു പരാതിയുണ്ട്, ഓടിപ്പിടിച്ച് രാവിലെ അവരെ ചാനലിൽ കൊണ്ടുവന്ന്, ചാനലിൽ നിന്നാണ് അയാൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത്, ഒരു ന്യൂസ് ആങ്കർ. അതിൻ്റെ ഒരു വെറ്റിംഗ് പ്രോസസ്സ് കൂടെ കടന്ന് അവർക്ക് വേണ്ട ഒരു കൗൺസിലിങ്, അവരുടെ കേസിനെ അത് എഫക്റ്റ് ചെയ്യോ ഇല്ലയോ, അവരുടെ നറേറ്റീവ് എത്രമാത്രം വാലിഡ് ആണ് എന്നുള്ളൊരു വെറ്റിംഗ് പ്രോസസ്സ്, അതൊന്നും നേരെയില്ല ന്യൂസ് ചാനലുകൾക്ക്. അവർക്ക് എങ്ങനെയെങ്കിലും അതൊരു വാർത്തയാക്കി അതങ്ങ് തലക്കെട്ടിട്ടങ്ങ് പുറത്ത് കൊടുക്കണമെന്ന്, ഇതല്ല ന്യൂസ്. അപ്പം ഈ നമ്മളവരെ ലേബിൾ ചെയ്ത് മാറ്റി വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മളായിട്ട് അത് എന്താണ് ന്യൂസ് എന്ന് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്നതിലാണ് ഈ പറയുന്നത് പോലെ ന്യൂസ് ഒരു വളരെ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഇപ്പം ഞാൻ 2-2.5 കൊല്ലം ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്ന് പറഞ്ഞു. എല്ലാ ബീറ്റ് ജേർണലിസ്റ്റുകളെയും മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പേഴ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഈ ബീറ്റ് ജേർണലിസ്റ്റുകളെയാണ്. ഒരു ഡിഫൻസ് ബീറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പോലീസ് ബീറ്റ് ചെയ്യുന്ന ഒരാൾ, ഒരു സിറ്റി ബീറ്റ് ചെയ്യുന്ന ഒരാൾ, ഒരു ഫുഡ് ബീറ്റ് ചെയ്യുന്ന ഒരാൾ, എല്ലാ ദിവസവും അയാൾ ഇറങ്ങുവാണ് റോട്ടിലേക്ക് പുതിയ കഥകൾ തേടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഇന്നെന്തുണ്ട് ന്യൂസ്, അതുണ്ട് ന്യൂസ്. ഒരു സിറ്റിയിലെ ഏറ്റവും പ്രധാന വാർത്തകൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സോഴ്സാണ് ഒരു ജേർണലിസ്റ്റ്. ആ പ്രോസസ്സുകളെയാണ് നമ്മൾ മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പേഴ്സിലും ബാക്കി സ്ഥാപനങ്ങളിലും ശമ്പളം കൊടുക്കാൻ ഇല്ലാതാകുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെയും എഡിറ്റോറിയൽ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആവുന്ന എഡിറ്റേഴ്സിനെയാണ് പിരിച്ചുവിടുന്നത്. ആ പിരിച്ചുവിടുന്നതോടുകൂടി ഈ വെറ്റിംഗ് പ്രോസസ്സുകൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഡെമോക്രസിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു ജേർണലിസ്റ്റിക് ഹൗസിന് അതിൻ്റെ പ്രോസസ്സുകൾ നിലനിർത്താൻ ആവശ്യമുള്ള മനുഷ്യരുടെ സാലറി കൊടുക്കുന്നതിലേക്കായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹൗ യു സപ്പോർട്ട് ദം. അതില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്നെ ഒരു വാർത്തയും അറിയാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്തൊരു ഭയാനക അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാവും. ആ പ്രോസസ്സുകളെ ബഹുമാനിക്കുക, ആ പ്രോസസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ജേർണലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു അർണബ് ഗോസ്വാമി എന്ന് തുടങ്ങി ഇപ്പോൾ എല്ലാവരും കാണിക്കുന്ന കുറേ കടലാസും എടുത്ത് സ്റ്റുഡിയോ ചാടിക്കരി എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഒരു പ്രക്രിയയല്ല ന്യൂസ് എന്ന് മനസ്സിലാക്കുക. അതിനെ ഒരു പ്രേക്ഷകൻ എന്ന നിധിയിൽ, അത് കൺസ്യൂം ചെയ്യുന്ന ഓഡിയൻസ് എന്ന നിധിയിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കുക, അതിൻ്റെ പ്രോസസ്സിനെ. എന്നിട്ട് വേണം നിങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യാൻ. യു വാണ്ട് ടു ആഡ്?
2 ക്വിക്ക് പോയിന്റ്സ് പറയാനുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് പറയുന്നത്, രാഹുൽ ഈശ്വർ ഏകദേശം 2-3 കൊല്ലമായിട്ട് ഈ മീ ടു മൂവ്മെൻറ്റ് തുടങ്ങി, ഈ ദിലീപിൻ്റെ കേസൊക്കെ നടന്ന് പിന്നെയും പല പല കേസുകൾ വരുമ്പോൾ എല്ലാ ചാനലുകളിലും കയറി ഇറങ്ങി പറയുന്ന ഒരു കാര്യമാണ്, NCRB ഡേറ്റ എടുത്ത് നോക്കിയാൽ മിക്കവാറും ഇന്ത്യയിലെ എത്രയോ ശതമാനം, ഇപ്പോൾ പറയുന്നൊരു ശതമാനം റേപ്പ് കേസുകളും തെറ്റാണ് എന്ന്. അതായത് നിങ്ങൾ ഇനി മുതൽ രാഹുൽ ഈശ്വറിൻ്റെ ലൈവുകളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, ഇത് പറയുന്നുണ്ടോ എന്ന്. ഇത് വീണ്ടും 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 പറയും. കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ എടുത്ത് ഒരു ന്യൂസ് ആങ്കറിന് റിസർച്ച് ചെയ്ത് പോയി ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അതിന് കറക്റ്റായിട്ട് പൊളിച്ചു കൊടുക്കണം ഇത് ശരിക്കുള്ള സ്റ്റാറ്റിസ്റ്റിക് അല്ല എന്ന്. അതുപോലും അത്ര പോലും റിസർച്ച് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഓഡിയൻസ് ഹിപ്പോക്രസി കൂടിയുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായും ഈ ചാനലൊക്കെ പൊട്ടയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഇത് തന്നെയാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇത് തന്നെയാണ് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ പത്രം നടത്തുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് 80,000 കോടി ചെലവാക്കി നിക്കോബാറീസ് ഷോംപെൻ എന്ന് പറയുന്ന 2 ട്രൈബൽസിനെ വളരെയധികം ബാധിക്കുമെന്ന് ഞാനൊരു സ്റ്റോറി എഴുതി കഴിഞ്ഞു. അത് വായിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ അത് അവരുടെ ഫേസ്ബുക്കിലൊക്കെ അവർ ഷെയർ ചെയ്യും, ബിക്കോസ് അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അതേസമയം ആൻഡമാൻ നിക്കോബാറിൽ ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നു, അവിടെ ഒരാൾ മുങ്ങി മരിച്ചു, അതിലൊരു വലിയ ആക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവരും വായിക്കും. അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് അടുത്ത സിനിമ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വായിക്കും, പക്ഷെ അവർ ഷെയർ ചെയ്യില്ല ഫേസ്ബുക്കിൽ, അത് കാണാൻ ഭംഗിയില്ലല്ലോ. അപ്പോൾ ഓഡിയൻസ് ഹിപ്പോക്രസി അത് ഓഡിയൻസ് അറിഞ്ഞേ പറ്റൂ. പലപ്പോഴും മാധ്യമങ്ങൾ റിയാക്ട് ചെയ്യുന്നത് വാട്ട് യു ആർ ഡിമാൻഡിങ് ദേ ആർ സപ്ലൈ. നിങ്ങൾ ഇതാണ് വായിക്കുന്നത്, നിങ്ങൾ ഇതാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ എത്ര നല്ല വെബ്സൈറ്റുകൾ, അഴിമുഖം എന്ന് പറയുന്ന ഒരു മലയാളം വെബ്സൈറ്റ് ഉണ്ട്. ഇത് ദിവസം വായിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ദ ക്യൂ എന്ന് പറഞ്ഞ് ഒരുപാട് ട്രൈബൽ പ്രശ്നങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യാൻ നോക്കിയതാണ് ഒരു കാലത്ത്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ വീണ്ടും ഇപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെയാണ് അധികം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലെ ആൾക്കാർ അവരുടെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അഴിമുഖവും ക്യൂ ഒക്കെ എത്ര വലിയ സ്ഥാപനങ്ങളുമായി മാറാമായിരുന്നു. ഇതും നമ്മൾ ചെയ്യുന്നില്ല. എനിക്ക് ഒരു ലാസ്റ്റ് കാര്യം പറയാനുണ്ട്. കുറച്ച് കാലം മുമ്പ്, എനിക്ക് അയാളുടെ പേര് ഓർമ്മ വരുന്നില്ല, കർണാടകയിലെ ഒരു സ്ഥലത്ത് കേരളത്തിൽ ലോറി ഡ്രൈവർ മണ്ണിൻ്റെ അടിയിൽ പോയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ അല്ലേ? ഷീരൂരിൽ. ഞാൻ കർണാടകത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിനപ്പുറം 1-2 ദിവസം കഴിഞ്ഞ് ആക്ച്വലി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ സ്ഥിരമായിട്ട് കർണാടക റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരഗൌഡയെ വിളിച്ച് ചോദിക്കുമായിരുന്നു, ആക്ച്വലി നിങ്ങൾ എന്തിനാണിത് 3-4 ദിവസം കഴിഞ്ഞ്, എത്രയോ 10-20-30 ദിവസമാണ് അവരത്, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടുത്തെ TV ചാനൽസ് ഇമോഷൻസിനെ വിപ്പപ്പ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ലേ 4 ദിവസം കഴിഞ്ഞാൽ മുങ്ങിപ്പോയ ഒരാളെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ കർണാടക സർക്കാരിന് ദിവസവും തെറി പറഞ്ഞ് കുറ്റം പറഞ്ഞ് എത്ര ദിവസത്തോളം അവരെ എത്ര റിസോഴ്സുകളാണ്, അതായത് അവർക്ക് നിവൃത്തിയില്ലാതായി. അവർ പറയണം അവർക്ക് ഓൺ ഗ്രൗണ്ട് വയലൻസ് ആണ്. മാധ്യമങ്ങൾ ഇവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് അവരുടെ കലക്ടറോടും അവരുടെ മന്ത്രിമാരോടും ചോദിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ജീവനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അയാൾ ആ ലോറിയിൽ ആ മഴയിൽ പെടാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഗവൺമെൻറ്റും ഒരു പോലീസും അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ലേ ഉള്ളൂ. അല്ലാതെ 20 ദിവസം 30 ദിവസം എല്ലാ ദിവസവും നമ്മൾ ഇമോഷൻസ് വിപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഇത്ര ദിവസം കഴിഞ്ഞാൽ. അപ്പം നിങ്ങളിത് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും അത് കവർ ചെയ്തത്. അവരത് കവർ ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഒരു സത്യം പറയണ്ടേ, 6 ദിവസം കഴിഞ്ഞാൽ സത്യം പറയണ്ടേ. ഇത് കർണാടക സർക്കാരിനോ പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റിയ കാര്യമല്ല എന്നവർ സത്യം പറയണ്ടേ. ആ സത്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് ഇത്രയും ദിവസത്തെ പ്രഹസനത്തിന് ശേഷം എത്രയോ ന്യൂസ് ആങ്കേഴ്സും സോറി പറയാണ്, അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ആക്ച്വലി ആ വണ്ടി കർണാടക സർക്കാർ പറഞ്ഞ പോലെ വെള്ളത്തിൽ തന്നെയാണ് പോയത് എന്ന്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സ്വയം ചോദിക്കേണ്ടത്, ഞാൻ എന്തിനാണ് ഒരു മണ്ടനെ പോലെ ഇത്രയും മണിക്കൂർ ഇരുന്ന് ഈ ചാനലുകളുടെ വാർത്ത കണ്ട് ഞാനും ദേഷ്യത്തിൽ ഫേസ്ബുക്കിൽ കുത്തിയിരുന്ന് പോസ്റ്റ് ചെയ്തത്? വി ആർ എൻകറേജിങ് ദിസ്. നമ്മളത് എന്ന് എൻകറേജിങ് നിർത്തിയോ, നമ്മളുടെ ഡിമാൻഡ് എന്ന് നിൽക്കുന്നു അന്ന് ആ സപ്ലൈയും നിൽക്കും. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി ഇതാണ്, മാധ്യമങ്ങളുടെ ചീത്ത പ്രവണതകളെ വിമർശിക്കുന്നത് പോലെ തന്നെ നല്ല പ്രവണതകളെ കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആകാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം, ചായക്ക് സമയമായി. എൻ്റെ
എൻ്റെ പേര് കബീർ അമ്പാരത്ത്, പൊതുപ്രവർത്തകനാണ്. ശരിക്കും ചോദിക്കാം വായ്പുള്ള കാരണം പ്രയാസമുണ്ട്. എന്തായാലും ചോദിക്കുകയാണ്, ഏതറ്റം വരെ എന്താണ് മാധ്യമ സ്വാതന്ത്ര്യം? നിങ്ങളിവിടെ ഒരുപാട് പറഞ്ഞല്ലോ, മാധ്യമ വിഭാഗത്തിലെ ന്യൂനപക്ഷം എന്നാണ് ഞാൻ നിങ്ങളെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ വാതിലുകളോട് ഇഷ്ടം കൂടുക. അത് മണിയറ വാതിലായാലും ക്യാബിനറ്റ് വാതിലായാലും അവിടെ ചെന്ന് നിൽക്കുക, രഹസ്യം ചോർത്തുന്ന രീതിയിൽ നിൽക്കുക. അതുപോലെ സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറും. നിങ്ങളിപ്പോൾ മാഡം സൂചിപ്പിച്ച പോലെ പിന്നെ മാപ്ര എന്നല്ലാതെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? മിനിമം നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? കാരണം ആ രീതിയിലാണ്. ആദ്യം തന്നെ ഞാൻ ജാമ്യം എടുത്തിട്ടുണ്ട്, നിങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ടാണ്. അത് ഭയം കൊണ്ടൊന്നുമല്ല, നിങ്ങളതിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എന്താണ് മാധ്യമ സംസ്കാരം ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത്? ഒരു സർക്കാർ, അത് സോഷ്യലിസ്റ്റ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഗാന്ധിസ് ആവട്ടെ, എത്ര കഷ്ടപ്പെട്ട് എത്രയോ ബുദ്ധിമുട്ടി ഒരുപാട് വളണ്ടിയർമാരും ഒരുപാട് പ്രവർത്തകരൊക്കെ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സർക്കാർ, അതിനിവിടെ നയിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്നൊക്കെ തന്നെ പറയാം. അവരുടെ വിമർശനങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേരായ വഴിക്ക് നടത്താതല്ലാതെ ഞങ്ങളൊരു കുറിപ്പുണ്ടാക്കി തരും, നിങ്ങളത് ഭരിച്ചോളണം എന്ന് പറഞ്ഞാൽ ഇവിടെ കേൾക്കാൻ ഞങ്ങൾ ആരാ? ഇവിടെ ഭരിക്കണവരാരാ? അങ്ങനെയുള്ളൊരു സംസ്കാരം നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങൾ മീൻസ് വീണ്ടും ഞാൻ തിരുത്തുന്നുണ്ട്, മാധ്യമം. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരുത്തി വന്നല്ലോ, ഒരുത്തി എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ റെസ്പെക്ട് കൊണ്ട് തന്നെ പറയണതാണ്. വീണ ജോർജ് സാമാന്യം നല്ലൊരു മന്ത്രി. കുശുമ്പ് കൊണ്ടല്ലാതെ നിങ്ങൾ അവരെ വീക്ഷിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിൽ അവരടുത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിയാണ്, അത് മോൾഡ് ചെയ്ത് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ കുറ്റപ്പെടുത്തലുകൾ, അക്രമ സ്വഭാവങ്ങൾ കാണിക്കുക, വിവരക്കേട് വിളിച്ചു പറയുക. നിങ്ങളെ മാപ്ര എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ മിനിമം മര്യാദയുടെ പുറത്താണ്. അതല്ല നിങ്ങളെ വിളിക്കേണ്ടത്. നിങ്ങളെ സ്വഭാവം വെച്ച് 4 അരിക്ക് മുട്ട് വന്നാലും 4 ഇടിക്കൊരു മുട്ട് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അത് മാപ്ര എന്ന് വിളിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ നന്നായി എന്ന് മാത്രം കരുതിക്കോളി. ഇതിന് ഉത്തരം വേണ്ടതില്ലല്ലോ അല്ലേ? ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, മാധ്യമങ്ങളെ വിമർശിക്കരുത് എന്നല്ല നമ്മൾ പറയുന്നത്. വിമർശിക്കുന്നതോടൊപ്പം തന്നെ ശരിയായ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. വിമർശനത്തിൻ്റെ സമയത്ത് മാത്രം നമുക്ക് ഗർജിക്കാം. പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ഹണ്ടിൽ വരുന്ന ഫ്രീ ആയ വാർത്ത കാണും എന്ന് പറയുന്നതിലുള്ള ഹിപ്പോക്രസിയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, എനിക്ക് പകുതി കേട്ടുള്ളൂ പറയുന്നത്. ഞാൻ പറയുന്നത് മാധ്യമങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നല്ല. ഞാൻ ആക്ച്വലി മാധ്യമങ്ങളെ വിമർശിക്കണം, അവരെ ബോയ്ക്കോട്ട് ചെയ്യേണ്ട അവസരങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും കൂടിയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇയാൾ മാപ്രയാണ്, ഇയാൾ മാപ്രയല്ല എന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത്. അത് ലോകമെമ്പാടും ഒരു റൈറ്റ് വിങ്ങിൻ്റെ പ്രവണതയാണ്, അത് ലെഫ്റ്റ് വിങ്ങിൻ്റെ പ്രവണതയല്ല. അതായത് മാധ്യമങ്ങളെ ഒരുമിച്ച് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന റൈറ്റ് വിങ് പ്രവണതയിൽ നമ്മൾ പെട്ടുപോരുത് എന്നാണ് ഞാൻ പറയുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ചായ കുടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധ്യം വന്ന സമയമാണ്. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വളരെ ആഴത്തിലുള്ള വിശകലനവും ചർച്ചയാണ് നടന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ചോദ്യം കൂടിയുണ്ട്. ഹായ്, നേരത്തെ സംസാരിച്ചപ്പോൾ ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നണേ ഈ മോഡിയെ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ സംഘർഷത്തിലാക്കിയ ആള് ധ്രുവരാത്തി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതേ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് തന്നെയാണ് അവർ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു പോസിബിലിറ്റി അല്ലേ? അതല്ലാതെ അതിനെ മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മളൊരു ചർച്ചയിൽ എപ്പോഴും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ തരത്തിൽ ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്നു, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെയൊക്കെ എത്ര ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റേത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനീ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം തന്നെ ഇതിനെ ഒരു വിവേചന ബുദ്ധിയോടെ ഉപയോഗിക്കാൻ ഉള്ള
ഒരു ശേഷി നമ്മൾ ആർജിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ധ്രുവരാത്തിയെ പോലെയുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അവർ വലിയ തോതിൽ ഇന്ത്യയിൽ അവർക്ക് ദൃശ്യതയുണ്ട്. അത് അത്തരത്തിൽ അവർ ശരിക്കും അവരൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അതിനവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അപകടമൊക്കെ അവിടെ ഉണ്ട്. ഈ മെറ്റയുടെ പിന്നെ അൽഗോരിതം മാറ്റാൻ തീരുമാനിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും തരത്തിൽ ഇപ്പം യൂട്യൂബ് വേറൊരു കമ്പനിയാണ് ഓഫ് കോഴ്സ്, പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ഓണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് ആബ്സല്യൂട്ട് മൊണോപ്പൊളിയാണ് ആ രംഗത്ത് നിലനിൽക്കുന്നത്. പത്രങ്ങളിൽ നിന്നൊരു 10 പത്രം പൂട്ടിപ്പോയാലും 10 പത്രങ്ങൾ വേറെയുണ്ട്. ഒരു 10 ന്യൂസ് ചാനലുകൾ പൂട്ടിപ്പോയാലും വേറെയും ന്യൂസ് ചാനലുകളുണ്ട്. ഞാൻ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന മൊണോപ്പൊളി അത് നമ്മൾ നിരന്തരം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ധ്രുവരാത്തി അടക്കമുള്ള ഇതിനെ വളരെ പോസിറ്റീവായി ഉപയോഗിക്കുന്ന ആളുകൾ ഈ സ്പേസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് നമ്മളെല്ലാവരും ഈ ഒരു കോർപ്പറേറ്റ് മോണോപ്പൊളിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ള നിരന്തരമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ധ്രുവ് രാട്ടി, രവീഷ് കുമാർ, ദേശ് ഭക്ത്, ആകാശ് ബാനർജി, ഇത് കേരളത്തിലെ ആൾക്കാർ എത്രത്തോളം കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസാണ്. ഇലക്ഷനിൽ വലിയ ഭാഗം വഹിച്ച ചാനലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ ഡിജിപബ് എന്നൊരു ഓർഗനൈസേഷൻ്റെ 3 വർഷമായിട്ട് ചെയർപേഴ്സണാണ്. ഡിജിപബിൻ്റെ ഭാഗമാണ് ധ്രുവ് രാട്ടിയും രവീഷ് കുമാറും ഫേ ഡിസൂസയും ബർഖാദത്തും എല്ലാവരും. നമ്മളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈയിടെയായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരാൻ നോക്കിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ എത്ര പേർക്ക് അറിയാം? ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു? ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ട്രാവൽ ബ്ലോഗ് ജസ്റ്റ് പൊന്നാനിയിലെ കൂടെ നിങ്ങൾ പോയിട്ട് ഇവിടെ ഒരു പുഴയുണ്ട്, ഈ പുഴയിൽ ബോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ, അത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ടാകണം. എവ്രി ബ്ലോഗർ, എവ്രി യൂട്യൂബർ ഹാസ് ടു ഹാവ് എ കമ്മിറ്റി വിത്ത് 2 members. ഈ 2 മെമ്പറിൽ ഒരാൾ ഒരു മാർജിനലൈസ് കമ്മ്യൂണിറ്റി, ഒരു SC/ST കമ്മ്യൂണിറ്റി നിന്നായിരിക്കണം. ഈ 2 മെമ്പേഴ്സും ശരി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൊന്നാനിയെക്കുറിച്ചുള്ള ആ ബ്ലോഗ് നിങ്ങളുടെ സ്വന്തം യൂട്യൂബിൽ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ലോ ആണ് BJP ഗവൺമെൻറ് കഴിഞ്ഞ വർഷം കൊണ്ടുവരാൻ നോക്കിയത്. അതിനെക്കുറിച്ച് വളരെയധികം വിമർശിച്ച് ഇനി ആ ലോ ആ ലോ വളരെ അപൂർവമായിട്ടാണ് BJP സർക്കാർ ആക്ച്വലി ഒരു ബില്ല് തിരിച്ചെടുക്കുക. അവർ ആ ബില്ല് തിരിച്ചെടുത്തു. ഇനി അത് ഏത് രൂപത്തിൽ പുതുതായിട്ട് വരും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ബില്ല് വന്നാൽ, അങ്ങനെ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്താൽ, അതായത് ഒരു കമ്മിറ്റി ഉണ്ടാകും, ധ്രുവ് രാട്ടി പോലുള്ള എല്ലാവരും, ബിക്കോസ് ഹി ഡസ് നോട്ട് ഹാവ് ഹിസ് ഇൻഡിപെൻഡൻറ്റ് പ്ലാറ്റ്ഫോം അല്ലേ, അയാൾ യൂട്യൂബിൽ ബാധകമാണ്. ഇപ്പോൾ യൂട്യൂബ് നാളെ ഗവൺമെൻറ് നിങ്ങളൊരു ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാക്കണം. 10 കംപ്ലയിൻറ്റ് വന്നാൽ ധ്രുവ് രാട്ടിയുടെ വീഡിയോ നിങ്ങൾ പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പുൾ ഡൗൺ ചെയ്യും. ഇവിടെയൊക്കെയാണ് പ്രശ്നം. അതായത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഒരു മീഡിയ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ പോളിസി എപ്പോൾ വേണമെങ്കിൽ മാറാം. എനിക്ക് അറിയാം, ദിവസവും ഡിജിപബിൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരും, ഈ യൂട്യൂബ് വീഡിയോ റിമൂവ് ആയി, ഈ യൂട്യൂബ് വീഡിയോ റിമൂവ് ആയി. ഇതാണ് ഷാഹിന പറഞ്ഞ പ്രശ്നം. നാളെ അവർ പോളിസി ചേഞ്ച് ചെയ്യും. ഈ ധ്രുവ് രാട്ടിയും രവീഷ് കുമാറൊക്കെ വേറെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, നമുക്ക് നിർത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്. വളരെ ആഴത്തിലുള്ള ഡിസ്കഷനായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കടന്നുപോയി. അപ്പോൾ നല്ല ഓഡിയൻസ് ആയിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.